എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. സത്യം പറഞ്ഞാൽ വാക്കുകളില്ല, എങ്ങനെ നന്ദി പറയുള്ളൂ. ഇത്രയും മഹത്തായിട്ടുള്ളൊരു ദിവസത്തിൽ, ശിവരാത്രിയുടെ അതേ ദിവസം തന്നെ മമ്മിയൂർ മഹാദേവൻ്റെ മുമ്പിൽ മഹാദേവനെ കുറിച്ച് സ്തുതിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. ഇതെല്ലാം ഏതോ മുൻജന്മത്ത് ചെയ്ത സുഹൃതം, എൻ്റെ ഗുരുദേവൻ്റെ അനുഗ്രഹം, ശിവപ്രഭാജിയുടെയും കാരുണ്യം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ശിവരാത്രി ഏറ്റവും മഹത്തായിട്ടുള്ള ദിവസമാണ്. മഹാദേവനെ കുറിച്ച്, മഹാദേവനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി. മഹാദേവനെ ഇഷ്ടപ്പെടാത്തത് ആരാണ്? എല്ലാവർക്കും മഹാദേവനെ ഇഷ്ടമാണ്. രുദ്രഗീതത്തിൽ തന്നെ പറയുന്നു, ഭഗവത് ഭക്തർക്ക് എന്നെ വലിയ ഇഷ്ടമാണ് എന്നാണ് മഹാദേവൻ പറയുന്നത്. എന്നിട്ട് മഹാദേവനും ഭഗവത് ഭക്തരെ വലിയ ഇഷ്ടമാണ്. എന്നിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ദക്ഷയാഗത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മൈത്രിയ ഋഷിക്ക് വിതുരൻ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും മഹാദേവനെതിരെ ദേഷ്യം തോന്നാൻ ഇടയുണ്ടോ? ഇത്രയും ശാന്ത വിഗ്രഹമായിട്ടുള്ള അദ്ദേഹത്തിനെതിരെ ആർക്കെങ്കിലും അസൂയ തോന്നുമോ? സതീദേവിയെ പോലെ ഇത്രയും ആധിപത്യമുള്ള ദേവിക്കെതിരെ ആർക്കെങ്കിലും ദേഷ്യം വരുമോ എന്നാണ് ദക്ഷയാഗം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ശ്ലോകം. മഹാദേവൻ പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട്, ക്ഷിപ്രപ്രസാദി ക്ഷിപ്രകോപി. പക്ഷെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ അപമാനിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും കുപിതനാകാറില്ല. ദക്ഷയാഗത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയധികം ദക്ഷൻ മഹാദേവനെ അപമാനിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു റിയാക്ഷൻ പോലും ഉണ്ടായില്ല. പറയുന്നത്, ഒരു തൂൺ എങ്ങനെയാണ് നിശ്ചലമായിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ മഹാദേവൻ നിശ്ചലമായിട്ട് നിന്നു. ഉള്ളിൽ ഒരുപാട് വിഷമം തോന്നി, പക്ഷേ മുഖത്തൊരു പ്രകടനം ഒന്നും പ്രകടിപ്പിച്ചില്ല. പക്ഷെ കണ്ടു നിന്ന നന്ദി സഹിച്ചില്ല. നന്ദിയാണ് ശാപം തുടങ്ങിയത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപത്തിന്റെ ഒരു മത്സരം തന്നെയായിരുന്നു. പക്ഷേ മഹാദേവൻ എപ്പോഴും നമ്മൾ വിചാരിക്കും ക്ഷിപ്ര കോപിയാണെന്ന്. പക്ഷേ മഹാദേവനെ അപമാനിക്കുമ്പോൾ മഹാദേവൻ ഒരിക്കലും കുപിതനാകാറില്ല. അതിനുശേഷം ദക്ഷയാഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം ദേവന്മാരെല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. സതീദേവി പോയ ആ ഒരു വിഷമത്തിൽ മഹാദേവൻ എന്തുവാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കൈലാസത്തിലേക്ക് ചെല്ലുകയാണ്. കൈലാസത്തിന്റെ വർണ്ണന അവിടെ വരുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ആ കൈലാസത്തിന്റെ വർണ്ണന, ഒരുപാട് തടാകങ്ങൾ, അതിസുന്ദരമായിട്ടുള്ള വൃക്ഷങ്ങൾ, ഒരുപാട് പക്ഷികൾ, മൃഗാദികളൊക്കെയുള്ള ആ ഒരു അതിമനോഹരമായിട്ടുള്ള സുന്ദര കൈലാസത്തിൽ ദേവന്മാരെല്ലാം പ്രവേശിക്കുകയാണ്. എന്നാൽ അവരെല്ലാം പ്രവേശിച്ചപ്പോൾ ആ കൈലാസത്തിന്റെ ഭംഗിയൊക്കെ കണ്ട് വളരെയധികം ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അവർ ദൂരെ നോക്കുമ്പോൾ മഹാദേവൻ 1300 കിലോമീറ്റർ നീളമുള്ള ഒരു വടവൃക്ഷത്തിന്റെ താഴെ ഇരിക്കുകയാണ്. 1200 കിലോമീറ്റർ ഒന്ന് ആലോചിച്ചു നോക്കണം. എന്നിട്ട് അതിന്റെ വ്യാപ്തി നോക്കുകയാണെങ്കിലും ഏകദേശം 1000-ഓളം കിലോമീറ്റർ ഉണ്ട്. ഇത്രയും വലിയ വടവൃക്ഷത്തിന്റെ താഴെയാണ് മഹാദേവൻ ഇരിക്കുന്നത്. എന്നിട്ട് ആ ഇരിക്കുന്ന രീതിയെ കുറിച്ചും പറയുന്നുണ്ട്. വലതേ കാല് ഇടതേ കാലിന്റെ മേലിൽ വെച്ചുകൊണ്ട് വീരാസനം എന്ന് പറയും. ആ വലതേ കാല് മടക്കി ഇടതേ കാല് മടക്കി വലതേ കാലിന്റെ മേലിൽ വെച്ചതിന് ശേഷം ആ ഒരു കൈ ഇങ്ങനെ താങ്ങി പിടിച്ച് മറ്റു കൈയിൽ രുദ്രാക്ഷം പിടിച്ച് ഒരു വിരലിങ്ങനെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സനകാദി ഋഷികളും നാരദ മഹർഷി എല്ലാവരും നിൽക്കെ ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്. പൊതുവെ നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഉപദേശം കൊടുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും? നമ്മൾ എപ്പോഴും മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാറേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാദേവൻ സാധാരണ ഒരു വ്യക്തിയല്ല. മഹായോഗി ഭഗവാൻ, ആദിഗുരു, അദ്ദേഹത്തെ പലപ്പോഴും ദക്ഷന് പോലും മനസ്സിലായില്ല അദ്ദേഹത്തിന്റെ സ്ഥാനം. അന്നേരം ഇന്ന് നമ്മൾ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ശിവതത്വം. എല്ലാവർക്കും കൺഫ്യൂസ് ആകുന്ന ഒരു തത്വമാണ് ശിവതത്വം. പൊതുവെ ജീവസ്യ തത്വ ജിജ്ഞാസ എന്ന് പറയും.
ജീവനുള്ള എല്ലാ വ്യക്തികളും അന്വേഷിക്കേണ്ടത് തത്വത്തെക്കുറിച്ചാണ്. തത്വം മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലായില്ല. അതോ ബ്രഹ്മജിജ്ഞാസ. മനുഷ്യജന്മം കിട്ടിയ എല്ലാവരും ആഹാര നിദ്ര ഭയമൈഥുനാംച സാമാന്യമേതത് പശുഭിർ നരഃ ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീനം പശുഭിർ സമാനം. മനുഷ്യജന്മം ലഭിച്ച എല്ലാവരും തത്വത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. തത്വത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ മൃഗങ്ങളും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് പറയുന്നത്. മൃഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഹാരം കഴിക്കും, ഉറങ്ങും, ഇണചേരും, സ്വയം രക്ഷ ചെയ്യും. പക്ഷേ തത്വത്തെക്കുറിച്ച് അന്വേഷണം ചെയ്യാൻ പറ്റുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. അതുകൊണ്ട് തത്വത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തത്വമസി നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ 99.99% നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരുമെന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തത്വം എന്താണെന്ന് അറിഞ്ഞുകൂട. ഒരിക്കൽ മഹാദേവനും പാർവതി ദേവിയും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കുംഭമേള നടക്കുകയാണ്. കുംഭമേള നടക്കുന്ന സമയത്ത് പാർവതി ദേവി പറഞ്ഞു, ഈ ഒരു കുംഭമേള നടക്കുന്ന സമയത്ത് ആരിവിടെ കുളിച്ചാലും അവർക്ക് മോക്ഷം ലഭിക്കുന്നതാണല്ലോ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അന്നേരം മഹാദേവൻ പറഞ്ഞ സത്യമാണ്. എങ്കിൽ പിന്നെ ഇവരെല്ലാം മുക്താത്മാക്കളല്ലേ എന്ന് പറഞ്ഞു. അന്നേരം മഹാദേവൻ ചിരിച്ചിട്ട് പറയും, അല്ല, അത് തന്നെയല്ലേ പറഞ്ഞത്, ഇവിടെ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മുക്താവസ്ഥയിലെത്തുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു. അന്നേരം മഹാദേവൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് എല്ലാവരും മുക്താവസ്ഥയിൽ എത്താത്തത്. അങ്ങനെ മഹാദേവൻ വേഷം മാറി ഒരു കുഷ്ഠരോഗം പിടിച്ച ഒരു ആളിന്റെ രൂപമെടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് പാർവതി ദേവി കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ നേരെ ആ കുംഭമേള നടക്കുന്ന അടുത്തേക്ക് എത്തി. അന്നേരം കുറച്ച് ബ്രാഹ്മണരും മറ്റ് സാധുജനങ്ങളും ഒക്കെ അവിടെ കുളിച്ചതിന് ശേഷം തിരിച്ചു വന്നു. അന്നേരം പൊതുവെ മറ്റൊരാൾക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിന് നമ്മൾ എന്തെങ്കിലും അനുഗ്രഹിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ കർമ്മം നമ്മളെയും കൂടെ ബാധിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് അവിടുന്ന് നേരെ എല്ലാവരും കുളിച്ചു വന്നതിന് ശേഷം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പാർവതി ദേവി വേഷം മാറിയിരിക്കുന്ന പാർവതി ദേവി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും മുക്താത്മാക്കളല്ലേ, ആ കുംഭമേളയിൽ അവിടെ കുളിച്ചിട്ട് വരികയല്ലേ, കുറച്ച് ജലം എന്റെ ഭർത്താവിന്റെ മേലിലും തളിക്കുമോ എന്ന് ചോദിച്ചു. അന്നേരം ഉടനെ എല്ലാവരും പറഞ്ഞു, നമ്മൾക്ക് ഒരുപാട് കർമ്മം കിട്ടും, കർമ്മം എന്ന് പറഞ്ഞ് ഓടി. 2 പേരോട് ചോദിച്ചു, 3 പേരോട് ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചിട്ടും അവരാരും ഒന്നും ചെയ്യാൻ തയ്യാറല്ല. അതിന്റെ അർത്ഥം എന്താണ്? മുക്താവസ്ഥയിൽ എത്തിയെന്ന് അവർക്ക് പോലും വിശ്വാസമില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. തത്വം അറിഞ്ഞില്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഒന്നും മനസ്സിലാവത്തില്ല. അതിൻ്റെതായിട്ടുള്ള പൂർണ്ണ ഫലം ലഭിക്കത്തില്ല. അന്നേരം അങ്ങനെ നിൽക്കെ ഒരു കൊച്ചുകുട്ടി കുളിച്ചിട്ട് വന്നു. ഉടൻ തന്നെ പാർവതി ദേവി പറഞ്ഞു, മോനെ, നീ കുളിച്ചിട്ട് വരികയല്ലേ, നീ മുക്താത്മാവാണ്, നിനക്ക് വിശ്വാസമുണ്ടോ? ആ, ഉറപ്പായിട്ട് വിശ്വാസമുണ്ടോ? അതിന് പറഞ്ഞു, നീ കുറച്ച് ജലം തളിക്കുവോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ജലം തളിച്ചിട്ടുണ്ട്. അന്നേരം പലപ്പോഴൊക്കെ നമ്മൾ കൊച്ചു കുട്ടികളിൽ നിന്ന് എത്രത്തോളം പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസാര സാഗരത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന സമയത്ത്, ഭൗതികപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ തത്വം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും അപൂർണമായിട്ടിരിക്കും. നമ്മൾ ക്ഷേത്ര സന്ദർശനം നടത്തുമ്പോഴും അകത്ത് ഇരിക്കുന്ന ദേവൻ ആരാണ്, അദ്ദേഹത്തിന്റെ ഭാവം എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ കുറെ പേര് പോകുന്നുണ്ട്. പക്ഷേ അവിടെ ആ ദക്ഷയാഗം കഴിഞ്ഞ് സതീദേവിയെ പിരിഞ്ഞിരിക്കുന്ന ആ ഒരു വിരഹഭാവത്തിലാണ് മഹാദേവൻ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ബ്രഹ്മദേവനും ദേവന്മാരും ഒക്കെ ഇളനീര് കൊണ്ടൊക്കെ അഭിഷേകം ചെയ്ത് ഭഗവാനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് പൂന്താനം നമ്പൂതിരിപ്പാട് അവിടെ ചെന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാഗവതം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു രുക്മിണി ദേവിയും ഭഗവാനുമായിട്ടുള്ള രസം, സംവാദത്തിലുള്ള ആ രസം, ആ ഒരു സെക്ഷൻ മഹാദേവന് അത്രയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ക്ഷേത്ര സന്ദർശനമൊക്കെ നടത്തുന്ന സമയത്ത് അകത്തിരിക്കുന്ന ദേവൻ ആരാണ്, ദേവി ആരാണ്, ആ ദേവിയുടെ ഭാവം എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. തത്വം അറിഞ്ഞിരിക്കണം. തത്വം അറിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ശിവതത്വമാണ്. അന്നേരം ജീവതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവജാലങ്ങളെല്ലാവരും,
മൃഗങ്ങളും ജീവതത്വമാണ്. ആ ജീവതത്വം മൃഗശരീരത്തിലെഴുതി കയറുമ്പോഴാണ് അവർ മൃഗങ്ങളായി. അതേ ജീവതത്വം മനുഷ്യ ശരീരത്തിൽ കയറുമ്പോൾ നമ്മൾ മനുഷ്യരായി. ദേവന്മാരുടെ ഉള്ളിലും ഇതേ ജീവതത്വമാണ്. പക്ഷേ മഹാദേവൻ ശിവതത്വമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, വിഷ്ണു തത്വമുണ്ട്, ശക്തി തത്വമുണ്ട്, ജീവതത്വമുണ്ട്, ശിവതത്വമുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശിവരാത്രി പ്രമാണിച്ച് ശിവതത്വം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ശിവതത്വം എന്ന് എടുത്തു പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു തത്വങ്ങളിൽ പെടാതെ ഒരു വിശിഷ്ട സ്ഥാനം മഹാദേവനുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ അതും കൂടാതെ നമ്മൾ കൈലാസം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ കൈലാസം എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. സത്യത്തിൽ നമ്മൾ എപ്പോഴും അവിടെ പോയി മൗണ്ട് എവറസ്റ്റ് നോക്കിയിട്ട് ഇത് കൈലാസം തന്നെയാണ്. പക്ഷെ യഥാർത്ഥ കൈലാസത്തിന്റെ പ്രതിബിംബം മാത്രമാണത്. മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ സാധാരണ വ്യക്തികൾക്കൊന്നും കയറാൻ പറ്റുന്നതല്ല കൈലാസം. കൈലാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാരതവർഷം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഹിമാലയം, ഉത്തര ഹിമാലയമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഹിമാലയം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭൂഗോളത്തിന് അപ്പുറത്തായിട്ട് ഉത്തര ഹിമാലയമുണ്ട്. ആ ഉത്തര ഹിമാലയം താണ്ടി പോകുമ്പോൾ കിംപുരുഷ വർഷം വരും. കിംപുരുഷ വർഷം കഴിഞ്ഞതിന് ശേഷം ആ ഒരു വർഷത്തിന് മുമ്പായിട്ടുള്ള ആ ഒരു ഹിമാലയ സാനുക്കളിലാണ് കൈലാസം ഇരിക്കുന്നത്. അതുകൂടാതെ ഇലാവർത്ത വർഷത്തില് മഹാദേവന്റെ ഒരു സ്ഥാനമുണ്ട്. അവിടെ ഒരു നദിയും അവിടെ ഒരു തടാകമുണ്ട്. അവിടെ പാർവതി ദേവിയൊക്കെ കുളിക്കുന്ന സ്ഥലമാണ്. അവിടെ ആര് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ സ്ത്രീയായിട്ട് മാറും. കാരണം ഇതിനു മുമ്പേ മഹാദേവനെ കാണാൻ വേണ്ടി കുറച്ച് മുനികളൊക്കെ അവിടെ വന്നപ്പോൾ പാർവതി ദേവി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് മുതൽ മഹാദേവൻ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ്. ഈ ഒരു സ്ഥാനത്ത് ആര് പ്രവേശിച്ചാലും അവരെല്ലാം സ്ത്രീകളായി പോകേണ്ടത്. അങ്ങനെ ഒരിക്കലും ഒരു ദേവൻ അറിയാതെ അവിടെ ചെന്നു സ്ത്രീയായിട്ട് മാറി. പിന്നെ അതിൽ നിന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി പിന്നെ കുറെ തപസ്യകളൊക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇലാവർത്ത വർഷത്തിൽ മഹാദേവന്റെ ഒരു സ്ഥലമുണ്ട്. അതുകൂടാതെ താഴെയുള്ള 7 ലോകങ്ങളിലും അവിടെയും ഒരു ലോകത്തിൽ മഹാദേവന്റെ സ്ഥാനമുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തായാലും ഇന്ന് എത്രത്തോളം സമയം നമുക്കുണ്ടോ അത്രത്തോളം ശിവതത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. നമ്മുടെ മമ്മിയൂർ മഹാദേവന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന വെച്ച് നമുക്ക് തുടങ്ങാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാമി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണാ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാ സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാ സഹഗണാ ലളിതാ ശ്രീ വിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. मोहं करोति वाचालं पंगुं लंकायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं
ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്ന് മഹാദേവന്റെ സന്തോഷത്തിനായിട്ട് നമ്മൾ ശിവാഷ്ടകം വെച്ച് തുടങ്ങുകയാണ്. എന്നാൽ ഈ ശിവാഷ്ടകം അത്യപൂർവമാണ്. ശിവാഷ്ടകം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സാക്ഷാൽ ശങ്കരാചാര്യ ലിഖിതമായിട്ടുള്ള ശിവാഷ്ടകം. ഇത് ചൈതന്യ മഹാപ്രഭുവാൽ ലിഖിതമായിട്ടുള്ള ശിവാഷ്ടകമാണ് നമ്മൾ പാടുന്നത്. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ ശ്രീമതി രാധികയുടെ ഭാവത്തിൽ ആ ഭക്തിരസം എന്താണെന്ന് ആസ്വദിക്കാൻ വേണ്ടി വരുന്നതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ഈ ശിവാഷ്ടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആര് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നോ അവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കും. അതുകൂടാതെ അവർക്ക് അത്യപൂർവമായിട്ടുള്ള വൈഭവം ലഭിക്കും. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ശിവാഷ്ടകം. നമുക്ക് ശിവാഷ്ടകം വെച്ച് തന്നെ ആരംഭിക്കാം. എന്താണ് ശിവാഷ്ടകം നമുക്ക് നോക്കാം. അതിൽ മഹാദേവന്റെ നിറത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെപ്പോഴും മഹാദേവനെ ചിലപ്പോൾ നീല നിറത്തിലാണ് വിചാരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം നീലകണ്ഠൻ, ഖണ്ഡം മഹാദേവന്റെ നീല നിറത്തിലാണ്. ബാക്കി നിറം ഏതാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതാണ് മഹാദേവന്റെ നിറം? എന്താണ്? വെളുത്ത നിറമാണോ അതോ കറുത്ത നിറമാണോ? ഹരേ കൃഷ്ണ. ഭഗവാൻ നിറത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഗൗരവർണ്ണമാണ്, സുവർണ നിറമാണ് മഹാദേവന്റെ. അതിന്റെ മുകളിൽ ഭസ്മം പൂശിയിരിക്കുക. കർപ്പൂര ഗൗരവം, കരുണാവതാരം, സംസാരസാരം, അങ്ങനെയാണ് മഹാദേവന്റെ ആ ഒരു ശ്ലോകം തുടങ്ങുന്നത്. നമുക്ക് ഇന്നത്തെ ആ ഒരു ശ്ലോകം ആരംഭിക്കാം. ഇങ്ങനെയാണ് തുടങ്ങുന്നത് ശിവാഷ്ടകം. കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാനി സഹിതം നമാമി. കർപ്പൂരത്തിന്റെ നിറവും അനുകമ്പയുടെ അവതാരവും കഴുത്തിൽ സർപ്പരാജാവിനെ ഹാരമായി അണിഞ്ഞവരും താമരപ്പൂ പോലുള്ള മൃദുലമായ ഹൃദയമുള്ളവരുമായ ശിവനെയും പാർവതി ദേവിയും ഞങ്ങൾ വിനയപൂർവ്വം പ്രണമിക്കുന്നു. എത്ര മധുരമാണ് നോക്കണേ. നമോ നമസ്തേ ത്രിദശേശ്വരായ ഭൂതാദിനാഥായ മൃഗായ നിത്യം ഗംഗാതരംഗോദിതബാലചന്ദ്ര ചൂടായ ഗൗരീ നയനോത്സവായ. ഇതെന്താണ് പറയുന്നത്? 30 ദേവന്മാരുടെ നാഥനും. 30 ദേവന്മാരെന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരിക്കൽ ഒരു ഋഷിയെടുത്ത് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ എത്ര ദേവന്മാരുണ്ട്? അന്നേരം ഉടനെ ആദ്യം അദ്ദേഹം പറഞ്ഞു 33 കോടി എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു 33 ലക്ഷം എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു 33,000. അതിനുശേഷം എന്താണ് പറഞ്ഞത്? 3000. പിന്നെ പറഞ്ഞു 300 എന്ന് പറഞ്ഞു. പിന്നെ 3 എന്ന് പറഞ്ഞു. അന്നേരം ഇത് ഓരോ ദേവന്മാരുടെയും സ്ഥാനങ്ങൾ അനുസരിച്ച് പ്രധാനപ്പെട്ട ദേവന്മാരുടെ അങ്ങനെ പറയുകയാണ്. അന്നേരം മഹാദേവൻ 30 ദേവന്മാരുടെ നാഥനാണ്. ത്രിദശേശ്വരായ, അതായത് പ്രധാനപ്പെട്ട 30 ദേവന്മാർ അവരുടെ നാഥനാണ്. നമോ നമസ്തേ ത്രിദശേശ്വരായ. ഇനി അടുത്ത് എന്താണ് പറയുന്നത്? ജീവജാലങ്ങളുടെ യഥാർത്ഥ പിതാവ് ജഗത് പിതാവ് മഹാദേവനും ജഗന്മാത പാർവതി ദേവിയുമാണ്. കരുണാമയനും ചന്ദ്രകല ശിരസിലണിഞ്ഞവനും. എന്തിനാണ് മഹാദേവൻ എപ്പോഴും ചന്ദ്രകലാധരൻ? ഇതാർക്കെങ്കിലും പറയാൻ പറ്റുമോ? എപ്പോ നോക്കിയാലും ചന്ദ്രകല ഇങ്ങനെ കാണും. എന്തിനാണ്?
മഹാദേവൻ എന്ന് പറയുന്നത് മഹായോഗിയാണ്. അദ്ദേഹത്തെ പോലെ ഈ ലോകത്തിൽ വേറൊരു യോഗിയില്ല. എന്നാലും യോഗയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ്. അന്നേരം നമ്മുടെ ശരീരത്തിലെ ഓരോ അംഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ദേവനുണ്ട്. അന്നേരം മനസ്സിന്റെ ദേവൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അന്നേരം മഹാദേവൻ തന്റെ യോഗബലം കൊണ്ട്, അദ്ദേഹത്തിന് എന്തൊന്നും ആവശ്യമില്ല, അദ്ദേഹം സാക്ഷാൽ ആ ഒരു നമ്മുടെ സാധാരണ ഒരു വ്യക്തിയല്ല, ഭഗവാന്റെ ആ ഒരു ശിവതത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ശിവതത്വം തന്നെയാണ്. അന്നേരം പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം നൽകാനായിട്ട് പരമയോഗി എന്നുള്ള രീതിയിൽ അദ്ദേഹം നമ്മുടെ മുന്നിൽ പ്രചോദനം നൽകുകയാണ്, ആദിയോഗി. അന്നേരം അദ്ദേഹത്തിന്റെ ഒരു യോഗി എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്, ആ നിയന്ത്രണത്തിലൂടെ അദ്ദേഹത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ആ ചന്ദ്രൻ. അതിനെ ഉദ്ദേശിച്ചിട്ടാണ് ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നമ്മൾ മഹാദേവന്റെ ആ ശിവലിംഗം നോക്കുകയാണെങ്കിലും അതിൽ ആ ചന്ദ്രനെ ഇങ്ങനെ മെല്ലെ മെല്ലെ കാണാൻ പറ്റും, ഇങ്ങനെ ഉയരുന്നതായിട്ട്. അത് ബോധത്തിന്റെ തലങ്ങളാണ്. നമ്മുടെ ആ ഒരു മൂലാധാര ചക്രം മുതൽ നമ്മുടെ ഉള്ളിലുള്ള ആ ചക്രങ്ങളെ, ആ കുണ്ടലിനി ശക്തികളേക്ക് ഉയർത്തുന്നത്, അതിനെയൊക്കെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളുണ്ട് മഹാദേവന്റെ ആ ഒരു ശിവലിംഗം നമ്മൾ കാണുമ്പോൾ. പിന്നെ അത് കൂടാതെ പൊതുവെ നമ്മൾ ധ്യാനിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം, ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ലാത്ത ഒരു അന്തരീക്ഷമാണ് എപ്പോഴും നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. മഹാദേവനെ നോക്കിക്കേ, കഴുത്തിലൊരു പാമ്പം കൂടെ വെച്ചിരിക്കും. പാമ്പിനെ കാണുമ്പോഴേ നമ്മുടെ ഉള്ള ബോധം കൂടെ പോകും, അല്ലേ? അതിലൊന്ന് ആലോചിച്ച് നോക്കണം, കഴുത്തിലൊരു പാമ്പിനെ കൂടെ വെച്ചിട്ട് സമാധാനത്തോടുകൂടി ധ്യാനിക്കാൻ ആരെക്കൂടെ പറ്റുള്ളൂ? മഹാദേവനെ പറ്റും. നമ്മുടെ കഴുത്തിലൊരു പാമ്പിനെ വെച്ചിട്ട് ഇങ്ങനെ ധ്യാനിക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ധ്യാനത്തിൽ ആ പാമ്പിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ വരും. അത് കൂടാതെ ശ്മശാനത്തിലെ ഭസ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുഭകരമാണ്. പൊതുവെ അതിനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശുചി നഷ്ടപ്പെട്ടു. പിന്നെ ധ്യാനത്തിനോ ദൈവിക ചിന്തകളെ ഉണർത്താനോ പറ്റത്തില്ല. പക്ഷെ മഹാദേവൻ എന്താ ചെയ്യുന്നത്? ആ ഭസ്മം വരെ പൂശിയിട്ടിരിക്കുകയാണ്. അതായത് എല്ലാ അശുചിക്കും എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും അപ്പുറത്താണ് ഒരിക്കലും അദ്ദേഹത്തിന്റെ ധ്യാനത്തെ ഭഗ്നപ്പെടുത്താൻ പറ്റുന്നത്. പരമയോഗി, യോഗയുടെ ഓരോ ശാസ്ത്രം ദത്താത്രേയ ഋഷി പറയുന്ന ദത്താത്രേയ സൂത്രത്തിൽ പറയുന്നു, അദ്ദേഹത്തിന്റെ ഗുരു മഹാദേവനാണ്. എല്ലാവരുടെയും ഗുരു മഹാദേവനാണ്. അതിന് ആദി ഗുരു. അന്നേരം അദ്ദേഹത്തിന് പൊതുവെ നമ്മൾ ഇന്നത്തെ കാലത്ത് യോഗാസനമൊക്കെ പല ആൾക്കാരും പഠിക്കുന്നുണ്ട്. എത്ര ആസനങ്ങളുണ്ടെന്നറിയാമോ? 84 ലക്ഷം ആസനങ്ങളുണ്ട്. നമുക്ക് ആകെ പഠിക്കാൻ പറ്റുന്ന മാക്സിമം ഒരു 20-30 ആയിരിക്കും. പക്ഷെ 84 ലക്ഷം ആസനങ്ങളുണ്ട്. ഇതെല്ലാം മഹാദേവൻ അവിടെ ഭൂതഗണങ്ങൾക്കും പാർവതിക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആലോചിച്ചു, നമ്മുടെ ശരീരം 84 ലക്ഷം രീതിയിൽ വളയുമെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഈ ആസനങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആസനങ്ങൾ ചെയ്ത് നമ്മുടെ ആ ഒരു പ്രാണവായുവിനെ നിയന്ത്രിക്കുക. പ്രാണവായുവിനെ നിയന്ത്രിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഉടനെ ശ്വാസം ഇങ്ങനെ കൂടുന്നതായിട്ട് വരും, അല്ലേ? പലപ്പോഴും നമ്മുടെ മനസ്സിന് ടെൻഷൻ വരുമ്പോൾ ശ്വാസം ഇങ്ങനെ കൂടും. എന്നിട്ട് ശ്വാസവും നമ്മുടെ മനസ്സുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിരിക്കുക. അന്നേരം മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ശ്വാസത്തെ നിയന്ത്രിക്കാം, ശ്വാസത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ പിന്നെ റിവേഴ്സ് ആയിട്ട് ചെയ്യണം. ആസനങ്ങൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, പ്രാണവായുവിനെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക. അന്നേരം ആസനങ്ങളിലേക്ക് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുത്തം വരും. ആസനം എന്ന് പറഞ്ഞാൽ ഇരുത്തം വരണം. കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കും എന്ന് നമ്മൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് കുറച്ച് നിയന്ത്രണം. ചഞ്ചലമായിട്ടുള്ള മനസ്സുള്ളവർക്ക് ഒരിക്കലും ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റാത്തതിന്റെ അർത്ഥം എന്താണ്? രജോഗുണം കൂടും. നിങ്ങളെ ഉദ്ദേശിച്ചല്ലോ, പൊതുവെ പറഞ്ഞതാണ്. അന്നേരം പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ സത്വഗുണം കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റും. അന്നേരം നമ്മൾ സത്യം പറഞ്ഞ ആസന വിജയം നമുക്ക് വേണം.
ആസന വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഒരിടത്ത് ഒന്നും ചെയ്യാതിരിക്കാൻ പഠിക്കണം. പക്ഷെ സത്യം പറഞ്ഞാൽ അതുപോലും നമുക്ക് പറ്റുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആഹാരം കഴിക്കുന്നത്, ഓഫീസിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വിളിക്കും. നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സ് വേറെ, പിന്നെ നമ്മുടെ ബുദ്ധി വേറെ എവിടെയായിരിക്കും, നമ്മൾ വേറെ എവിടെയായിരിക്കും. ഇതുകൊണ്ടാണ് അവിടെ ഇവിടെ ഇല്ലാതെന്നുള്ളതായിട്ടുള്ളത്. ഫോക്കസ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഒരിടത്തും നമ്മുടെ മനസ്സ് ഇവിടെ, നമ്മുടെ ആഗ്രഹങ്ങൾ വേറെ ഒരു സാധ്യത. അതായത് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യുക, ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ വായു, നമ്മൾ ഇതെല്ലാം ഒറ്റ ഹാർമണിയിൽ നിൽക്കുക, ഒരിടത്ത് നിർത്തുക. എങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടി ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സത്യമാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കാം ഈ ഒരു ജോലി തീർക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നു. സത്യം പറഞ്ഞാൽ അത്രയും സമയമൊന്നും എടുക്കത്തില്ല. ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു 8 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും കുറഞ്ഞ പക്ഷേ ഒരു 4 മണിക്കൂർ കൊണ്ട് നീ ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അന്നേരം നമുക്ക് ഇത്രയും എല്ലാവർക്കും 24 മണിക്കൂറേ ലഭിക്കുന്നുള്ളൂ. പക്ഷെ ആ 24 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കുന്നോ അത് നമ്മുടെ കയ്യിലിരിക്കും. ഇപ്പോ ഉദാഹരണത്തിന് ഒരു കൊച്ചുകുട്ടിയെ നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ തന്നെയാണ് എല്ലാ കുട്ടികൾക്കും ഒരേ ടീച്ചർ ഒരേ സിലബസ് കൊടുക്കുന്നത്. കുട്ടികൾ പല രീതിയിലാണ്, സിലബസ് ഒന്നാണ്, ടീച്ചർ ഒന്നാണ്. പക്ഷെ അതിൽ നിന്ന് എല്ലാ കുട്ടികളും ടോപ്പ് വരാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കും ജന്മന അവരുടെ മനസ്സിൽ എത്രത്തോളം നിയന്ത്രണമുണ്ടോ അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് വരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ജീവിതകാലം മുഴുവൻ ഏത് മനസ്സുകൊണ്ട് ജനിച്ചോ നീ അങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ? അങ്ങനെയല്ല. യോഗ അനുഷ്ഠാനത്തോടുകൂടിയും ധ്യാനത്തിലൂടെയും അതിൽ നിന്ന് നമുക്ക് ഉയരാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ ദർശിക്കുന്നതും ആ ഭഗവാന്റെ അനുഗ്രഹം, നമ്മുടെ ധ്യാനം, ഭഗവാന്റെ അനുഗ്രഹം ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് മനസ്സിൽ നിയന്ത്രണം വരുന്നത്. നമ്മളെ കൊണ്ട് നമുക്ക് മനസ്സിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ എഫേർട്സ് വേണം. നമ്മൾ തപസ്യകൾ അനുഷ്ഠിക്കണം. തപസ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന ലാഭത്തിന് വേണ്ടി കുറച്ച് അസൗകര്യങ്ങളൊക്കെ സ്വീകരിക്കുക. അതാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. കുറച്ചു നേരം ഇരിക്കേണ്ടി വരും. അതുകൂടാതെ ഇപ്പോ ഇന്ന് രാവിലെ നിങ്ങൾക്ക് പല തിരക്കും കാണും. പക്ഷെ ഇന്ന് ശിവരാത്രിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്ഷേത്ര സന്ദർശനത്തിന് വേണ്ടി വന്നു. ഇതൊക്കെ കുറച്ച് അസൗകര്യങ്ങളാണ്. നിങ്ങൾ ഈ സമയം കൊണ്ട് വേറെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്ന് പിന്നെ ശിവരാത്രിയാണ്. ശിവരാത്രിയുടെ അന്ന് രാത്രി ഉറങ്ങാതിരിക്കുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബോധം ഉയരും. അതാണ് നമ്മൾ മഹാദേവന്റെ ആ ലിംഗത്തിൽ നോക്കുവാണെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ ഓരോരോ ചന്ദ്രന്റെ ലേയേഴ്സ് കാണുന്നത്. അതായത് നമ്മൾ പൊതുവെ പലതരം ചക്രങ്ങളുണ്ട്. 108 പരം ചക്രങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ചുറ്റും. ഇതൊക്കെ പല എനർജിയുടെ കേന്ദ്രങ്ങളാണ്. അന്നേരം നമ്മൾ ബോധത്തെ ഏതെങ്കിലും ഒരു ചക്രത്തിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ശക്തികൾ ഉണരും, നമ്മുടെ ബോധം ഉയരും. ഒരുപാട് ശക്തികൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കുണ്ടലിനി ശക്തിയിൽ നോക്കുവാണെങ്കിൽ ആ ഒരു കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായിട്ട് കാണിക്കുന്നത് തന്നെ സർപ്പത്തെയാണ്. ആ സർപ്പം നമ്മൾ പണ്ടൊക്കെ ഈ പാമ്പാട്ടിയുടെ കയ്യിലൊരു ബാസ്ക്കറ്റ് കാണും. അതേപോലെ ഒരു ബാസ്ക്കറ്റിനകത്ത് നമ്മുടെ ഈ വാരിയലിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള മൂലാധാര ചക്രം, എല്ലുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് സൂക്ഷ്മ ശരീരമാണ്. ഞാൻ പറയുന്നത് നമുക്കത് കാണാൻ പറ്റത്തില്ല, സൂക്ഷ്മമാണ്. ആ ധ്യാന അവസ്ഥയിൽ മാത്രമേ അതിനേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആയുർവേദം അനുസരിച്ച് നാഡി എന്ന് പറയുന്നത് ഞരമ്പല്ല. പലപ്പോഴും നാഡി എന്ന് പറയുന്നു, പക്ഷെ അതൊന്നും ഞരമ്പല്ല. അത് സൂക്ഷ്മ സഞ്ചാരം, വായുവിൽ സഞ്ചരിക്കാനുള്ള വഴികളാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ 72,000 നാഡികളുണ്ട്. എന്നാൽ നമ്മുടെ പ്രാണവായു, ഇതെല്ലാം ഞാൻ എന്തിനാ പറയുന്നത്? മഹാദേവന് ഇതൊക്കെ ഇഷ്ടമുള്ള ടോപ്പിക്സ് ആണ്. ആദി യോഗിയാണ് മഹാദേവൻ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ നോക്കിയാൽ അദ്ദേഹം ധ്യാന അവസ്ഥയിലാണ്. പാർവതി ദേവി അങ്ങോട്ട് ചെന്നെന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രമേ അദ്ദേഹം സംസാരിക്കൂ, അല്ലെങ്കിൽ പൊതുവെ ഇണ്ടാതിരിക്കും. എന്നാൽ നമ്മുടെ ശരീരത്തിൽ 72,000 നാഡികളുണ്ട്. ആ നാഡികളിലൂടെ എല്ലാം നമ്മുടെ വായു കറക്റ്റായിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു രോഗവും വരത്തില്ല. നമ്മുടെ ജനനം
അതിന്റെ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം നമ്മൾ ജീവിക്കുന്നു എന്നല്ല നമ്മുടെ ആയുസ്, എത്ര ശ്വാസോച്ഛ്വാസം നമ്മൾ എടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ. അന്നേരം ജനിക്കുമ്പോഴേ ഒരു കണക്കുണ്ട്, ഇത്ര ശ്വാസോച്ഛ്വാസം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്വാസം അടിച്ച് തീർക്കുകയാണെങ്കിൽ എന്താണ്, പെട്ടെന്ന് പോവാം. പക്ഷെ നമ്മൾ കുറച്ച് നിയന്ത്രണമൊക്കെ ചെയ്ത് കുറച്ച് യോഗ, അതൊക്കെ എന്റെ അർത്ഥം ഫുൾ ആസനങ്ങൾ മാത്രമല്ല, ധ്യാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ കാലത്ത് ആസനങ്ങൾ മാത്രം പഠിപ്പിക്കുന്നു, പക്ഷെ ധ്യാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ധ്യാനമാണ് രാജയോഗ എന്ന് പറയുന്നത്. ധ്യാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ധ്യാനമില്ലാതെ ആസനങ്ങൾ മാത്രം പഠിച്ചിട്ട് ഒരു ഉപയോഗമില്ല. ധ്യാനത്തിന്റെ ഉദ്ദേശം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരുത്തം വരണം. നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ അകത്തുള്ള ഒരു ശക്തിയെ ഉണർത്താൻ പറ്റും. പക്ഷെ ഇപ്പോഴെന്താണ്, നമ്മൾ പുറം ലോകത്തുമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അത് കാരണം അകത്തുള്ള ഒരു വസ്തു നമ്മൾ ആക്സസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ആഹാരം കഴിക്കുകയാണെങ്കിൽ വായ്ക്കകത്ത് വെച്ചതിന് ശേഷം ഇതിനകത്തൂടെ പോയതിനു ശേഷം അത് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. എന്തെങ്കിലും അപകടം വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറിന് പറഞ്ഞത് ഇത് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ അത് സത്യം പറയാൻ നമ്മൾ നല്ലതുപോലെ ചവയ്ക്കുന്നത് പോലും. നമുക്ക് നമ്മുടെ ശരീരത്തിൽ അറിയാവുന്ന ഒരേ ഒരു ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ നാവിന്റെ രുചി, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് യോഗ, ധ്യാനം, ഇതൊക്കെയാണ്. ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇന്നത്തെ മോഡേൺ ജനറേഷന് ഇതിലൊന്നും വിശ്വാസം വരാത്തത്. പക്ഷെ ഇതൊക്കെ സയൻസ് അല്ല, ഇത് ഹയർ സയൻസ്. നമ്മൾ വിചാരിക്കുന്ന സയൻസ് എന്ന് പറയുന്ന എല്ലാം ഈ ഗ്രോസ് തലങ്ങളിൽ കളിക്കുകയാണ്. പക്ഷെ ഇത് സൂക്ഷ്മ തലങ്ങളിലുള്ള മെറ്റാഫിസിക്സ് ആണ്. ഫിസിക്സും അല്ല, മെറ്റാഫിസിക്സ് ആണ്. ഇതൊക്കെ അസെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ഈ സീരിയലിലൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ അസ്ത്രങ്ങൾ സൃഷ്ടിക്കുന്നു മനസ്സിന്റെ ഒരു ചിന്തകൾ കൊണ്ട്. ഇതൊന്നും അസംഭവ്യമായിട്ടുള്ള കാര്യമല്ല. സീരിയലിൽ കാണുമ്പോൾ അസംഭവ്യമായിട്ട് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് 24 മൂലകങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണ്. പഞ്ചഭൂതം, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, അതുകൂടാതെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ആത്മാവ് ഇരിക്കുന്നത്. അന്നേരം ആത്മാവിന് എത്രത്തോളം മനസ്സിൽ നിയന്ത്രണമുണ്ടോ, എത്രത്തോളം ബോധം ഉയർന്നിരിക്കുന്നോ, അതിനനുസരിച്ച് ഈ 24 മൂലകങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ചില ഋഷിമാർക്കൊക്കെ പരകായ പ്രവേശം ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഒരു സ്ഥലത്ത് നിന്ന് ധ്യാനമേഖനായിട്ട് പെട്ടെന്ന് തന്നെ ഹിമാലയത്തിലെത്താൻ പറ്റും. ശങ്കരാചാര്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ, അമ്മ സ്മരിച്ചുടൻ തന്നെ അദ്ദേഹം വീട്ടിലെത്തി. എങ്ങനെ സംഭവിക്കുന്നു? ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ കെട്ടുകഥകളായിട്ട് തോന്നും, കാൽപ്പനികമായിട്ട് തോന്നും. പക്ഷെ ഇതൊക്കെ പറ്റുന്നതാണ്. യോഗികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ അവരുടെ ശരീരത്തിൽ നിന്നും അവരുടെ ആത്മാവിനെ ഊരാൻ പറ്റും. അവരുടെ ആത്മാവല്ല, അവർ തന്നെ. ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ. എന്റെ ആത്മാവ് നമുക്ക് പറയാൻ പറ്റില്ല, എന്റെ മനസ്സെന്ന് പറയാം, എന്റെ ശരീരം എന്ന് പറയാം. പക്ഷെ എന്റെ ആത്മാവെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം നമ്മൾ തന്നെയാണ് ആത്മാവ്. സംസ്കൃതത്തിൽ ആത്മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. അന്നേരം അവർക്ക് അവരുടെ യോഗബലം വെച്ച് ആ 24 മൂലകളിൽ നിന്നും അവരെ പിൻവലിപ്പിക്കാൻ പറ്റും. പിൻവലിപ്പിച്ചതിന് ശേഷം അവരുടെ ആ മനസ്സിന്റെ നിയന്ത്രണം കൊണ്ട് ഈ 24 മൂലകളെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ 24 മൂലകളെ വേറൊരു സ്ഥാനത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവർ അവരുടെ മനസ്സ് ഉപയോഗിച്ച് അവിടെ എത്തും. എന്നിട്ട് അവിടെ വീണ്ടും അസംബ്ലിംഗ് നടക്കും. അങ്ങനെയാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ കാൽപ്പനികമായിട്ടുള്ള കഥയായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനെയാണ് യോഗികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ആ ഒരു പ്രാണവായുവിനെ നിയന്ത്രിക്കുന്ന ആ ഒരു അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് എല്ലാവിധ ധ്യാനങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. അന്നേരം നമ്മൾ പുറമേ ഉള്ള ആചാരത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നിട്ട് എന്നിട്ട് നമ്മൾ ഈ ശരീരമാണ് എല്ലാം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ കാശായാലും സമ്പത്തായാലും എന്തായാലും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കുറച്ച് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയാണ്. ആ ഒരു സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ പുറമേ ഉള്ള ഒരു വസ്തുവിനും നമുക്ക് ശാന്തിയും സമാധാനവും നൽകാൻ പറ്റും. കാരണം ശാന്തി മനസ്സമാധാനം, മനസ്സ് സമാധാനമായിട്ടിരിക്കണം. മനസ്സിപ്പോ ചഞ്ചലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
മനസ്സ് ചിലപ്പോൾ രജോഗുണത്തിൽ പോകുന്നു, മനസ്സ് ചിലപ്പോൾ തമോ ഗുണത്തിൽ പോകുന്നു. പക്ഷെ ഈ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തിപ്പിടിച്ച് സത്വഗുണത്തിൽ ഉറച്ചു നിർത്തണം. സത്വഗുണത്തിൽ ഉറച്ച് മനസ്സ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനം ലഭിക്കും. വേറെ നമ്മൾ പുറമേ ഉള്ള എന്ത് വസ്തുക്കൾ നമ്മുടെ മനസ്സിന് കൊടുത്താലും ഒന്നും നമ്മളെ തൃപ്തിയാക്കാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മുടെ മനസ്സിന് വേണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യുക്ത ആഹാര വിഹാരസ്യ, യുക്തമായിട്ട് ആഹാരം കഴിക്കൂ, യുക്തമായിട്ട് ഉറങ്ങൂ എന്നൊക്കെ പറയുന്നത്. അതിന്റെ അർത്ഥം യുക്തം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര ഗ്രാം ആഹാരമാണ് യുക്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര കിലോ ആഹാരമാണ് യുക്തമായിട്ടുള്ളത്? അത് ഓരോ വ്യക്തിക്കും അവരവരുടെ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ. ചില വ്യക്തികൾക്ക് ഇത്രയും കഴിച്ചാലേ പറ്റൂ. ചില വ്യക്തിയുടെ പ്ലേറ്റ് നിറഞ്ഞിരിക്കണം, മനസ്സ് നിറയണം, കണ്ട് മനസ്സ് തൃപ്തിയാണ്, എങ്കിൽ പിന്നെ കഴിച്ചു. ചില ദിവസമാണെങ്കിൽ അവർക്ക് ഇത്ര കിട്ടിയാലും മതി ചില വ്യക്തികൾക്ക്. അന്നേരം ഓരോ വ്യക്തികൾക്കും അവരവരുടെ മനസ്സിലുള്ള നിയന്ത്രണത്തിനനുസരിച്ചിരിക്കും അവർ കഴിക്കുന്ന ആഹാരമാണെങ്കിലും ഉറക്കമാണ്. ചില വ്യക്തികൾക്ക് 8-10 മണിക്കൂർ ഉറങ്ങിയാലും തൃപ്തി വരത്തില്ല. ചില വ്യക്തികൾക്ക് 2-3 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ തൃപ്തിയാവും. അതിന്റെ അർത്ഥം എത്ര ഉറങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, എത്ര നമ്മുടെ മനസ്സിന് നമുക്ക് നിയന്ത്രണം ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലിരിക്കും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, ആരാണോ അവന്റെ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ളത് ആ മനസ്സ് അവന്റെ ഏറ്റവും വലിയ മിത്രമാണ്. ആരാണോ അവരവരുടെ മനസ്സിനെ നിയന്ത്രിക്കാത്തത് ആ മനസ്സ് അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മഹാദേവനെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ധ്യാന നിമഗ്നമായിട്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അദ്ദേഹം സാക്ഷാൽ ഈ ഒരു ഭൗതിക ലോകത്തിന് അപ്പുറത്തുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹം എപ്പോഴും ധ്യാന നിമഗ്നമായിട്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം ഭാര്യ സതീദേവി ജീവത്യാഗം ചെയ്തിട്ടും ദേവന്മാരെല്ലാം വന്ന് നോക്കുമ്പോൾ മഹാദേവനെ കാണുന്ന എന്ത് കാഴ്ച, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? 1300 കിലോമീറ്റർ നീളമുള്ള ആ ഒരു വടവൃക്ഷം, അതിന്റെ താഴെ അതിന്റെ വടവൃക്ഷത്തിന്റെ വ്യാപ്തിയും ഏകദേശം 1000ഓളം കിലോമീറ്റർ. അത്രയ്ക്ക് വലിയ വൃക്ഷത്തിന് താഴെ മഹാദേവൻ ഇരുന്നു കൊണ്ട് ഒരു കയ്യിൽ ഇങ്ങനെ രുദ്രാക്ഷം പിടിച്ചിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് പറ്റും? എന്നാലും നമ്മുടെ ജീവിതവും പല രീതിയിലുള്ള സംഘർഷ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. പതറാതെ നിൽക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ, നേരത്തെ ഞാൻ കുംഭമേളയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു പ്രയോജനം. ആ കൊച്ചുകുട്ടിയുടെ ഉള്ളിൽ മാലിന്യങ്ങളില്ല. അതുകൊണ്ട് പാർവതിയെ പറഞ്ഞുടനെ മനസ്സിലായി മുക്താവസ്ഥയിലെത്തി. കാരണം കുട്ടിക്ക് ഉറച്ച വിശ്വാസമുണ്ട് മുക്താവസ്ഥയിലെത്തി എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ഉടൻ തന്നെ അതിന്റെ ഫലം കൊണ്ട്, അതിന്റെ ആ ഒരു വിശ്വാസം ഉണ്ടായത് കൊണ്ട് ആ പാർവതി ദേവിയും മഹാദേവനും ആ കുട്ടിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മുക്താവസ്ഥയിലെത്തുകയും ചെയ്തു. എന്നാൽ നമ്മൾ നാമം ജപിക്കുന്നതായാലും ക്ഷേത്ര സന്ദർശനം നടത്തുന്നതായാലും എല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തോടുകൂടി ചെയ്യണം. ഇനി വിശ്വാസം എന്ന് പറയുമ്പോൾ നിരീശ്വരവാദികൾക്കും നിരീശ്വരവാദത്തിൽ കുറച്ച് വിശ്വാസമുണ്ടല്ലോ, അതും ശരിയാണോ? അല്ല. ശാസ്ത്രം അനുസരിച്ച് എന്താണോ പറയുന്നത് അതനുസരിച്ച് ആരാണോ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം ലഭിക്കും. ഇനി നമുക്ക് ആ ശിവാഷ്ടകത്തിലെ ബാക്കിയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ആദ്യത്തെ ശ്ലോകം നമ്മൾ വായിച്ചു, എത്ര മനോഹരമാണ് പറഞ്ഞേ. കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജനേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാനി സഹിതം നമാമി. അടുത്ത ശ്ലോകം എന്താണ്? നമോ നമസ്തേ ത്രിദശേശ്വരായ ഭൂതാദിനാഥായ മൃദായ നിത്യം ഗംഗാതരംഗോതിതബാലചന്ദ്ര ചൂലായ ഗൗരീ നയനോത്സവായ. ഗൗരിയുടെ നയന ഉത്സവമാണ് മഹാദേവൻ. കണ്ണുകളുടെ ഉത്സവമാണ് മഹാദേവൻ. പാർവതി ദേവി മിക്ക പുരാണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പാർവതി ദേവിയും മഹാദേവനുമായിട്ടുള്ള ഒരു സംവാദമാണ്. എന്തുകൊണ്ട്? പാർവതി ദേവി എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രമേ മഹാദേവൻ എപ്പോഴും ഉത്തരം പറയൂ. മഹാദേവൻ എപ്പോഴും ഇങ്ങനെ ധ്യാന നിലനിലായിട്ടിരിക്കും. എന്നാൽ പുരാണങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയമൊക്കെ പാർവതി ദേവി വന്ന് ചോദിക്കുമ്പോഴാണ് മഹാദേവൻ കണ്ണു തുറന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. അന്നേരം ആ കണ്ണു തുറന്ന് മഹാദേവൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പാർവതി ദേവി ഇങ്ങനെ ആ മഹാദേവന്റെ ആ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും.
ആ അധരപത്മങ്ങളിൽ നിന്ന് വരുന്ന ആ സുന്ദരന്റെ ആ ഒരു സുന്ദര വചനങ്ങൾ അത് കേട്ടുകൊണ്ട് സുന്ദരി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത് ഗൗരി നയനോത്സവായ. ഒരിക്കൽ മഹാദേവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാർവതി ദേവി വന്നിട്ട് ചോദിച്ചു, പതി പരമേശ്വരായ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ് വിവാഹത്തിന്റെ സമയത്ത് മാത്രമേ അങ്ങ് കിരീടവും സ്വർണവും ഒക്കെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം എന്താണ് വീണ്ടും പഴയ രൂപത്തിലാണ് ഭസ്മമൊക്കെ പൂശി ഒക്കെ. എന്നാലും പാർവതി ദേവി പറയുകയാണ് ആ പഴയ രൂപത്തിൽ കാണാൻ വലിയ മോഹം. കല്യാണത്തിൽ നിന്ന് പോകുമ്പോഴും മഹാദേവൻ അതേ രൂപത്തിൽ തന്നെയാണ് പോകുന്നത്. എങ്ങനെ ഭസ്മമൊക്കെ പൂശി, പൗഡർ പൂശുന്ന പോലെ ആദ്യം ഭസ്മമൊക്കെ പൂശി, കഴുത്തിലാണെങ്കിൽ പാമ്പോ വാസുകിയോ ഒക്കെ ഇങ്ങനെയൊക്കെ പോവുകയാണ്. അന്നേരം സാക്ഷാൽ ഭഗവാൻ നാരായണൻ തന്നെ വന്നിട്ട് പറയും, ഇങ്ങനെയാണോ കല്യാണത്തിൽ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നാരായണൻ തന്നെ അഭിഷേകം ചെയ്ത് മഹാദേവനെ ഒരുക്കുകയാണ്. ആ ഒരു പ്രതിഷ്ഠ തമിഴ്നാട്ടിലൊരു ക്ഷേത്രത്തിലുണ്ട്, സുന്ദര സുന്ദരി എന്ന് പറഞ്ഞിട്ട്. മഹാദേവൻ അവിടെ കിരീടമൊക്കെ ധരിച്ച് രാജകീയ രീതിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം മഹാദേവൻ വീണ്ടും ഇങ്ങനെ തന്നെ. അന്നത്തേക്ക് പാർവതി ചോദിച്ചു, കഴുത്തിലൊക്കെ ഈ അസ്ഥികൂടത്തിന്റെ മാലയൊക്കെ എന്തിനാണ് ഇതൊക്കെ മാറ്റി വെച്ചൂടെ? എന്നിട്ട് മഹാദേവൻ ചിരിച്ചിട്ട് പറഞ്ഞു, ദേവി ഇതെല്ലാം അവിടുത്തെ ശിരസാണ്. ദേവി അത്ഭുതപ്പെട്ടു, എന്റെ ശിരസോ, ഇതെങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞ് ഓരോ ജന്മത്തിലും എന്നെ പതിയായിട്ട് ലഭിക്കാൻ വേണ്ടി അങ്ങ് തപസ് അനുഷ്ഠിച്ചിരുന്നു. ആ തപസ്സിന്റെ ആ ഒരു ജന്മത്തിൽ എന്നെ പതിയായിട്ട് ലഭിക്കാൻ നിനക്ക് പറ്റിയില്ല. പക്ഷെ നീ എനിക്ക് വേണ്ടി എടുത്ത ആ ത്യാഗം, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ മാല ഇട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ദേവിയുടെ കണ്ണീര് വന്നു. എന്നിട്ട് പറഞ്ഞ അങ്ങയുടെ ശിരസ് എനിക്ക് തരണം, തലയോടൊക്കെ ഞാൻ അത് മാലയായിട്ട് ചാർത്താൻ പോവുകയാണ്. അന്നേരം മഹാദേവൻ പറഞ്ഞിട്ട് എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് മരണമുണ്ടോ? അന്നേരത്തേക്ക് പറഞ്ഞ ആ മരണാവസ്ഥയിൽ നിന്ന് മുക്തയാകണമെങ്കിൽ നമ്മൾ ഭാഗവതം കേൾക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ രാമന്റെ നാമം ജപിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് മഹാദേവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ശുഗം എന്ന് പറയുന്ന തത്ത, നമുക്കറിയാം ശുഗദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതം പരീക്ഷിത മഹാരാജാവിന് ഉപദേശം കൊടുക്കുന്നതിന് ഈ ശുഗപക്ഷിയാണ് ശുഗദേവ ഗോസ്വാമി. അന്നേരം അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ശ്രീമതി രാധികയുടെ ഒരു ശാപനിമിത്തം താഴോട്ട് തത്തയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൈലാസത്തിലെത്തി, കൈലാസം വഴി ഇങ്ങനെ പറന്ന് താഴോട്ട് വരുന്ന സമയത്ത് അവിടെ മഹാദേവനെ കണ്ടു. മഹാദേവനും പാർവതി ദേവിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം മഹാദേവൻ ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ് പാർവതി ദേവിക്ക്. അന്നേരം ഇത് കേട്ട് അറിയാതെ എന്തുപറ്റി പാർവതി ദേവി അങ്ങ് ഉറങ്ങിപ്പോ. മഹാദേവനാണെങ്കിൽ കണ്ണു അടച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ രസം ആസ്വദിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ഓരോ രൂപത്തെക്കുറിച്ചും ലീലകളെക്കുറിച്ചും ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർവതി ദേവി ഉറങ്ങിയത് അദ്ദേഹം പറഞ്ഞില്ല, പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ശുഗതത്ത അവിടെ വന്നതിന് ശേഷം ശുഗതത്ത ഇതൊക്കെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തേക്ക് അധികാരമില്ലാതെ പെർമിഷൻ കൊടുക്കാതെ ഒരാൾ വന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ച് അന്നേരം പെട്ടെന്ന് തന്നെ തത്ത ആസ്വദിച്ച് ശബ്ദം പുറപ്പെടുവിച്ചു. അന്നേരം ശബ്ദം കേട്ടപ്പോൾ മഹാദേവൻ വിചാരിച്ചു ഇതാരും പുതിയ ഒരാളെന്ന് പറഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ തത്ത കണ്ടത്. മഹാദേവൻ കുപിതനായി, എന്റെ പെർമിഷൻ ഇല്ലാതെ നീ കേട്ടോണ്ടിരിക്കുകയാണല്ലേ, തൃശ്ശൂർ എടുത്ത് കുത്താനായിട്ട് പോയി. ഉടൻ തന്നെ തത്ത ഓടിയെന്നുള്ളതാണ്. 14 ലോകങ്ങൾ ഓടി. മഹാദേവൻ വിട്ടില്ല. പുറമേ പോയി അവസാനം ആ വ്യാസ മഹർഷിയുടെ ആശ്രമത്തിൽ വ്യാസ മഹർഷിയുടെ ഭാര്യ ജവാലിക്ക് വ്യാസദേവൻ ഭാഗവതം പറഞ്ഞു കൊടുക്കിയത്. അങ്ങനെ ഭാഗവതം എല്ലാം കേട്ട് അതിൽ മഗ്നയായിട്ടിരുന്ന ജവാലി വാ തുറന്നിരുന്ന് കേൾക്കുകയാണ്. അന്നേരം ശുഗം വിചാരിച്ചു രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല, വായ്ക്കകത്ത് തന്നെ കയറാൻ പറഞ്ഞു. വായ്ക്കകത്തോട്ട് ഉടൻ തന്നെ ജവാലി വിചാരിച്ചു അകത്തെന്തോ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കിച്ചണിനകത്തോട്ട് കയറി ഓടി. ഉടൻ തന്നെ മഹാദേവൻ വ്യാസദേവൻ എന്ന് പറഞ്ഞു ഉടനെ അവനെ പുറത്തു വിടണം, ഞാൻ ഇപ്പോൾ തന്നെ അവനെ ഭസ്മമാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഉടൻ തന്നെ വ്യാസദേവൻ ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ മുഖാരബന്ധങ്ങളിൽ നിന്ന് തന്നെ ആ ശുഗപക്ഷി ഭാഗവതം കേട്ടു. ഇനി അദ്ദേഹത്തെ കൊല്ലാൻ ആർക്കും പറ്റത്തില്ലെന്നോ. അന്നേരത്തേക്ക് മഹാദേവൻ വിചാരിച്ചു ശരിയാണല്ലോ, ഇനി വധിക്കാനും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ അവിടുന്ന് ആ ഒരു ഉദ്യോഗത്തിൽ നിന്ന് പുറത്തു.
അങ്ങനെ ഒരുപാട് ലീലകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സുതപ്ത ചമകീര ചന്ദ്രനീല പത്മപ്രവാളാംബുദകാന്തി വസ്ത്രൈ സുനൃത്യരംഗേഷ്ടവരപ്രദായ കൈവല്യനാഥായ വൃഷധ്വജായ. എന്താണ് പറയുന്നത്? ഒരുക്കിയ സ്വർണത്തോട് സാമ്യമുള്ളവർ, വിടർന്ന് നീലത്താമര കൂട്ടത്തിന്റെയോ കാന്തിമത്തായ കാർമേഘങ്ങളുടെ വർണ്ണമുള്ള വസ്ത്രാധാരണം ചെയ്തവന് തന്റെ ഭക്തരിൽ പ്രസന്നനായി ഏറ്റവും അഭികാമ്യമായ വരം നൽകുന്നതും ഭഗവാന്റെ ബ്രഹ്മജ്യോതിസിൽ വിലീനമാകാൻ പരിശ്രമിക്കുന്നവർക്ക് ശരണം നൽകുന്നവരും സ്വന്തം പതാകയിൽ കാളയുടെ ചിത്രമുള്ളവരുമായ മഹാദേവനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. സുധാംശു സൂര്യ അഗ്നിവിലോചനേന തമോഭിതേ ജഗത് ശിവായ സഹസ്രശുഭ്രാംശു സഹസ്രരശ്മി സഹസ്ര സഞ്ജിത്വര തേജസേയാസ്തു. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? തന്റെ തൃക്കണ്ണാൽ, അത് ആ തൃക്കണ്ണ് മഹാദേവന്റെ സൂര്യനും ചന്ദ്രന്റെയും അഗ്നിയുടെയും സമമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? തന്റെ തൃക്കണ്ണാൽ പ്രപഞ്ചത്തിലെ അന്ധകാരത്തെ അകറ്റി ജീവജാലങ്ങൾക്ക് ശുഭസൂചന നൽകുന്നവരും ആയിരക്കണക്കിന് സൂര്യചന്ദ്രന്മാരെ പരാജയപ്പെടുത്താൻ ശക്തിയുള്ളവരുമായ മഹാദേവനെ ഞാൻ സാദരം പ്രണമിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. നാഗേശരത്നോജ്വല വിഗ്രഹായ ശാർദൂല ചർമാംശുക ദിവ്യ തേജസേ സഹസ്രപത്രോപരി സംസ്ഥിതായ വരംഗതമുക്തഭുജദ്വയായ. സർപ്പരാജാവായ അനന്തദേവന്റെ രത്നങ്ങളാൽ പ്രകാശിപ്പിക്കുന്ന രൂപമുള്ളവരും പുലിത്തോൽ വസ്ത്രമായി അണിഞ്ഞവരും 1000 ഇതളുകളുള്ള താമരപ്പൂവിന്റെ മധ്യത്തിൽ നിൽക്കുന്നവരും ആരെയും മോഹിപ്പിക്കുന്ന വളകളോട് കൂടിയ മഹാദേവനെ ഞാൻ സാദരം പ്രണമിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത എന്താണ് പറയുന്നത്? സുനൂപുരാഞ്ജിത പാദപദ്മ ക്ഷരാത്ത ശുദ്ധ ഭൃത്യ സുഖപ്രദായ വിചിത്രരത്നോക വിഭൂഷിതായ പ്രേമാനമേവാദ്യം ഹരോർവിധേനി. തന്റെ ദാസന്മാർക്ക് ആനന്ദം നൽകുന്നവനും മനോഹരമായ ചുവന്ന പാതാരബിന്ദങ്ങളിൽ നിന്ന് അമൃത് ചൊരിയുന്നവരും സമൃദ്ധമായ രത്നങ്ങളാൽ അലങ്കരിച്ചവരുമായ മഹാദേവനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഈ സുദിനത്തിൽ ദയവായി അങ്ങ് ശ്രീ ഹരിയോടുള്ള പരിശുദ്ധ സ്നേഹം കഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആരെങ്കിലും വൃന്ദാവനത്തിൽ പ്രവേശിക്കണമെങ്കിൽ പോലും മഹാദേവന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. മഹാദേവൻ വൃന്ദാവനത്തിൽ ഇരിക്കുന്നത് ഗോപേശ്വർ മഹാദേവൻ എന്ന രൂപത്തിലാണ്, ഗോപികളുടെ ഈശ്വരൻ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോപികമാര് പോലും കാർത്യായനി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, മഹാദേവനെയും ആരാധിക്കുന്നുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ആ മഹാദേവന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ വൃന്ദാവനത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. ഇതിനെക്കുറിച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു ലീല നടന്നിട്ടുണ്ട്. ഒരിക്കൽ നാരദ മഹർഷി ഇങ്ങനെ കൈലാസത്തിലെത്തിയപ്പോൾ മഹാദേവനെ കണ്ടു. അന്നേരം നാരദ മഹർഷി ഇങ്ങനെ ആനന്ദിച്ചിരിക്കുകയാണ്. അന്നേരം ഉടൻ തന്നെ മഹാദേവൻ ചോദിച്ചു, എന്താണ് ഇത്രയും ആനന്ദം എന്ന് പറഞ്ഞ് അവിടെ വൃന്ദാവനത്തിൽ രാസലീല തുടങ്ങി. അന്നേരം മഹാദേവൻ പറഞ്ഞു, എനിക്ക് പ്രവേശിക്കാൻ പറ്റുമോ? അന്നേരം മഹാദേവൻ നാരദ മഹർഷി പറഞ്ഞു, അവിടെ ഗോപികമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അന്നേരം നമ്മൾ ഒരു ഗോപികയുടെ വേഷം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷിയും മഹാദേവനോട് എന്ത് ചെയ്തു? ഗോപികാ വേഷം ധരിച്ചു. യമുനെ കുളിച്ചു കഴിഞ്ഞാൽ ആരായാലും ഗോപികാ വേഷം കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോഴല്ല, നമ്മൾ ആ ഒരു ബോധത്തിലൂടെ. എന്നാൽ ഇപ്പോൾ നമ്മൾ പോയാലും അവിടെ കാവലായിട്ട് മഹാദേവനും പാർവതി ദേവിയും ഉണ്ട്. അതുകൊണ്ട് വൃന്ദാവനത്തിൽ പ്രവേശിച്ചാലും ആ വൃന്ദാവനത്തിൽ ഇരിക്കേണ്ട ബോധത്തിലല്ല നമ്മൾ പ്രവേശിക്കുന്നതെങ്കിൽ യഥാർത്ഥ വൃന്ദാവനത്തിലല്ല നമ്മൾ പോകുന്നത്. ആ വൃന്ദാവനത്തിന്റെ ഒരു മായാ പ്രതിബിംബത്തെയാണ് നമ്മൾ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് രാക്ഷസരാജനായിട്ടുള്ള രാവണൻ സീതാദേവിയെ സ്പർശിക്കാൻ നോക്കിയപ്പോൾ യഥാർത്ഥ സീതയല്ല ലഭിച്ചത്, മായാ സീതയാണ്.
അതേപോലെ ഭഗവാന്റെ ധാമം നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് യഥാരൂപത്തിൽ നമ്മൾ ആ യോഗ്യരല്ലെങ്കിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ യഥാർത്ഥ വൃന്ദാവനത്തെ അല്ല നമ്മൾ സ്പർശിക്കുന്നത്, മായാ വൃന്ദാവനം. അതാണ്. അന്നേരം മഹാദേവൻ നാരദ മഹർഷി കൂടെ അവരോട് ചെന്നു. എന്നിട്ട് മഹാദേവൻ എന്ത് ചെയ്തു? യമുനയിൽ കുളിച്ചു. ഉടൻ തന്നെ ഗോപികയുടെ രൂപം എടുത്തു. എന്നിട്ട് ഇതിനെക്കുറിച്ച് പണ്ടൊരു സംഭവം നടന്നു. കംസൻ ഒരിക്കൽ ഇതിനെക്കുറിച്ച് ബൃഹത് ഭാഗവതാമൃതത്തിൽ പറയുന്നുണ്ട്. ബൃഹത് ഭാഗവതാമൃതം ഗർഗഭാഗവതം അതിൽ പറയുന്നുണ്ട്. അന്നേരം കംസൻ എന്ത് ചെയ്തു? ഇതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിലല്ല, ഗർഗഭാഗവത്തിലാണ് വരുന്നത്. അന്നേരം കംസൻ ഒരുപാട് അസുരന്മാരെ ഇങ്ങനെ ഭഗവാനെ വധിക്കാനായിട്ട് അയച്ചുകൊണ്ടേയിരുന്നു. അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ കംസൻ വിചാരിച്ചു, ഞാൻ തന്നെ അങ്ങോട്ട് പോകാം, കുറേയായി ഓരോരോ അസുരന്മാർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ തന്നെ പോയി ആ 8ാമത്തെ പുത്രനെ തീർക്കാം എന്ന് പറഞ്ഞിട്ട് കംസൻ അങ്ങോട്ട് യാത്രയായി. കംസൻ വൃന്ദാവനം പ്രവേശിച്ചപ്പോൾ ഉടൻ കാണുന്ന കാഴ്ച നമ്മുടെ ഗോപികമാരും ശ്രീമതി രാധികയും ഇരിക്കുക. അന്നത്തേക്ക് ഉടൻ തന്നെ എവിടെ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണനെ ഇപ്പൊ ഞാൻ വധിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീമതി രാധിക ഒന്ന് സൂക്ഷിച്ചു നോക്കിയതേ ഉള്ളൂ. ഉടൻ തന്നെ കംസൻ എന്തായി? ഒരു ഗോപികയായിരുന്നു. അന്നത്തേക്ക് ഗോപികമാരോട് പറഞ്ഞു, ഇവളെ കൊണ്ട് എല്ലാ ജോലിയും ഇവിടെ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കംസനെ കൊണ്ട് ഇവരെയൊക്കെ വെള്ളം കോരിപ്പിക്കും. അങ്ങനെ അവിടെ ഉള്ള എല്ലാ ജോലിയും ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അവസാനം കംസൻ കാലെ വീണ് അപേക്ഷിച്ചു, ദേവി എന്റെ രൂപം തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അന്നത്തേക്ക് രാധിക പറഞ്ഞു, ഇനി മേലാ വൃന്ദാവനത്തിൽ പ്രവേശിച്ചു പോകരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ കംസൻ നേരെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് എത്തുന്നത്. എന്നാലും ഇതേപോലെ മഹാദേവനും നാരദ മഹർഷിയും കൂടെ അങ്ങനെ അവിടെ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് നേരെ കുളിച്ചതിന് ശേഷം മഹാദേവനും ഗോപികാ രൂപത്തിലെത്തി. നാരദ മഹർഷി നാരദി എന്നൊരു ഗോപിയെ. എന്നിട്ട് നേരെ വൃന്ദാവനത്തിലേക്ക് അകത്ത് പ്രവേശിച്ചപ്പോൾ 2 കാവൽക്കാരികളായിട്ട് 2 ഗോപികമാരുണ്ടായിരുന്നു. പറഞ്ഞു, എന്താ ലേറ്റ് ആയത്? അത് കുറച്ച് തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് 2 പേർക്കും അകത്ത് എൻട്രി കൊടുത്തു. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ ഓടക്കുള്ള ഊതി ഗോപികമാരെ നോക്കിക്കൊണ്ടിരിക്കുക. അതിൽ ഒരു ഗോപിയെ നോക്കിയപ്പോൾ കഴുത്തിൽ ഒരു പാമ്പുണ്ട്. അന്നേരം ഭഗവാൻ ഇത് ചെയ്ത ഗോപിക നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത പുതിയൊരു ഗോപിക. ഉടനെ തന്നെ ഭഗവാൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ്? അന്നേരം മഹാദേവ യഥാർത്ഥ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റിയിലും അകത്ത് കയറിയതിന്റെ അർത്ഥം നിങ്ങളാണ് യഥാർത്ഥ സെക്യൂരിറ്റി എന്ന്. അതുകൊണ്ട് ഇന്നു മുതൽ വൃന്ദാവനത്തിന് കാവലായിട്ട് അങ്ങേ പോലെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗോപേശ്വർ മഹാദേവും പാർവതി ദേവിയും അവിടെ കാവലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അയോഗ്യരായിട്ടുള്ള ആർക്കും വൃന്ദാവനത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല മഹാദേവന്റെ കൃപയിൽ. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ പറയുന്നത്, യഥാർത്ഥ ഭഗവാനോടുള്ള ഒരു പരിശുദ്ധ ഭക്തി അങ്ങ് നൽകണമേ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുക. ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പൊതുവെ മഹാദേവൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് തന്നെ സത്യമാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം എന്താണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആൾ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു മുതലാളിയെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നാണ് ആ ഒരു സെക്യൂരിറ്റിയുടെ ഉദ്ദേശമെങ്കിൽ എന്താ എന്തെങ്കിലും പറഞ്ഞ് നമ്മളേക്ക് പുറത്തു വരും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഉള്ളിലുള്ള വ്യക്തിയുമായിട്ട് നല്ല അടുപ്പം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ അകത്തോട്ട് പ്രവേശിപ്പിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഭൗതിക ലാഭേച്ഛയോടുകൂടി നമ്മൾ മഹാദേവന്റെ അടുത്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. പക്ഷെ നമ്മൾ ഇവിടെ തന്നെ കിടക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ മോക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഭൗതിക ലാഭേച്ഛ ഇല്ലാതെ മഹാദേവനെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ശിവരാത്രി യഥാർത്ഥ രീതിയിൽ നമ്മൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്, എന്താണോ എനിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത് അത് നടക്കട്ടെ മഹാദേവ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നോക്കൂ. ഉടൻ തന്നെ നിങ്ങൾക്ക് മഹാദേവന്റെ അനുഗ്രഹത്താൽ ഒരുപാട് ശാന്തിയും സമാധാനവും ലഭിക്കും. ഒരിക്കൽ പുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ഭക്തൻ മഹാദേവനെ പ്രാർത്ഥിച്ചു, മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. അന്നേരം മഹാദേവനോട് ചോദിച്ചു. മഹാദേവൻ പറഞ്ഞു, എന്ത് വരമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. കുറെ ഒരു ലിസ്റ്റ് ഉണ്ട് എൻ്റെ. എന്നിട്ട് പറഞ്ഞു, പക്ഷേ പറയുന്നതിന് മുന്നേ ഒരു കാര്യം ആലോചിച്ചു, നിനക്ക് ഞാൻ എന്ത് വരം നൽകുന്നോ അതിനെക്കാട്ടി ഒരെണ്ണം കൂടുതലും നിന്റെ അയൽവാസിക്ക് കിട്ടും.
അന്നത്തേക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ തോന്നി. അതായത് ഇവിടെ ഒരു വീട് കിട്ടുവാണെങ്കിൽ അയൽവാസിക്ക് എത്ര കിട്ടും? 2 വീട്. ഇവിടെ 1 കിലോ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ അയൽവാസിക്ക് 2 കിലോ സ്വർണം കിട്ടും. അന്നേരത്തെ ഇത് ആലോചിച്ചു, ഇനി എന്ത് ആലോചിക്കണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ അവസാനം ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, എന്റെ ഒരു കണ്ണിന്റെ കാഴ്ചയ്ക്ക് പോകണം. അന്നേരം എന്താണ്? അയൽവാസിയുടെ 2 കണ്ണിന്റെ കാഴ്ചയും പോകണം. അന്നേരം ഇങ്ങനെയുള്ള ഭൗതിക ആഗ്രഹം വെച്ച് പോവുകയാണ് മഹാദേവന്റെ അടുത്തെങ്കിൽ എന്താവും? നമ്മൾ ഇവിടെ തന്നെ കിടക്കണം. ഒരിക്കൽ വൃന്ദാവനത്തിൽ ഒരു മഹാശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ കഠിന തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി. അന്നേരം മഹാദേവനോട് ചോദിച്ചു, അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ദാരിദ്ര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് മഹാദേവനെ പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്ത് വരമാണ് വേണ്ടത്? എന്റെ ദാരിദ്ര്യമൊക്കെ പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ചിന്താമണി രത്നം നൽകാമെന്ന് പറഞ്ഞു. ഒരു ചിന്താമണി രത്നത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊടുന്നതെല്ലാം സ്വർണമായിട്ടാണ്. എന്നാലും പറഞ്ഞു, ഈ ചിന്താമണി രത്നം നീ കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു. പക്ഷെ ഈ ചിന്താമണി രത്നം ഇപ്പോൾ ഇരിക്കുന്നത് വൃന്ദാവനത്തിലെ സനാതന ഗോസ്വാമിയുടെ കയ്യിലാണ്. അതുകൊണ്ട് നീ സനാതന ഗോസ്വാമിയുടെ അടുത്തേക്ക് ചെല്ലാമോ. അങ്ങനെ ഇദ്ദേഹം അന്വേഷിച്ച ആ സനാതന ഗോസ്വാമിയുടെ അടുത്തെത്തി. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആ ചിന്താമണി രത്നം വേണം, മഹാദേവൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അന്നേരത്തേക്ക് പറഞ്ഞു, ആ ഒരു കുപ്പയുണ്ടല്ലോ അതിനകത്ത് എടുത്തോണ്ട് വിട്ടോളാം. അന്നേരം നേരെ ചെന്നിട്ട് ആ കുപ്പയിൽ നിന്ന് ആ ചിന്താമണി രത്നം എടുത്തിട്ട് ഓടാൻ തുടങ്ങി. അന്നേരം പോകുന്ന സമയത്താണ് അദ്ദേഹം ചിന്തിച്ചത്, ഇത്രയും അമൂല്യമായിട്ടുള്ള രത്നം കുപ്പയിലിട്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്നും അമൂല്യമായിട്ടുള്ള എന്തോ ഇദ്ദേഹത്തിലാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഈ അമൂല്യമായിട്ടുള്ള രത്നം അന്ന് കുപ്പയിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇതിന്നും അമൂല്യമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എങ്കിൽ പറയുന്നു, ഈ ഒരു കുപ്പയിൽ നിന്ന് എടുത്ത ആ രത്നം നേരെ എവിടെയും കൊണ്ട് കളയാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കളഞ്ഞിട്ട് തിരിച്ചു വരൂ, ഞാൻ യഥാർത്ഥ രത്നം എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കളഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഭഗവാന്റെ നാമം പറഞ്ഞു കൊടുക്കുകയാണ്, തിരുനാമചിതം. അത് കേട്ട ഉടൻ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, യഥാർത്ഥ രത്നം എന്താണ്? ഭഗവാന്റെ നാമം. ആ ഒരു നാമജപത്തിലൂടെ നമ്മൾ സംസാര സാഗരത്തിൽ നിന്നും മോചനം നമുക്ക് ലഭിക്കും. ശങ്കരാചാര്യ പറയുന്നില്ല, പുനരപി ജനനം പുനരപി മരണം. വീണ്ടും വീണ്ടും നമ്മൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംസാര സാഗരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതാണ് യഥാർത്ഥത്തിൽ ഉള്ള നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. സാക്ഷാൽ മഹാദേവൻ പോലും പാർവതി ദേവിയായിട്ട് ഇരിക്കുന്നത് സുഖസൗകര്യത്തോടു കൂടിയാണ്. മഹാദേവൻ ഇരിക്കുന്നത് ഏറ്റവും നല്ലൊരു തപസ്വിയായിട്ടും യോഗിയായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും വിരക്തി ഭാവത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത്. നമുക്ക് എല്ലാവരും പഠിപ്പിച്ചു നൽകുകയാണ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കണം. എന്റെ അർത്ഥം എന്താണ്? നമ്മൾ കഴുത്തിൽ ഒരു പാമ്പ് വെച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ഇവിടെ മഹാദേവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലളിതമായിട്ടുള്ള ജീവിതവും ഉയർന്ന ചിന്താഗതി. നമുക്ക് ആവശ്യം എത്രത്തോളം ഉണ്ടോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് മാത്രം സ്വീകരിക്കുക. ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. സ്വമേധയാ ഒരുപാട് കഷ്ടപ്പെടുന്നത് തെറ്റില്ല. അതായത് 6 മണിക്കൂറോ 7 മണിക്കൂറോ 8 മണിക്കൂറോ വർക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു കാര്യം അത് നമുക്ക് തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ്. പക്ഷേ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് അർഹതയില്ലാത്തത് പിടിച്ചടക്കാൻ നോക്കുന്നത് അതൊരിക്കലും നമുക്ക് സമാധാനം നൽകത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം, എന്താണ് പറയുന്നതെന്ന്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ശ്രീ ഗൗരേ നേത്രോത്സവ മംഗളായ തത്പ്രാണനാഥായ രസപ്രദായ സദാ സമുത്കാന്ത ഗോവിന്ദ ലീല ഗാനപ്രവീണായ നമോസ്തുഭ്യം. ഇതിനു മുമ്പേ ഒരു ശ്ലോകമാണ് അതുകൊണ്ട് ശ്രീരാമ ഗോവിന്ദ മുകുന്ദ ശൗരേ ശ്രീകൃഷ്ണ നാരായണ വാസുദേവ ഇത്യാദി നാമാമൃതപാനമത്ത ഭൃംഗാധിപായാഖില ദുഃഖഹന്ത്രേ. ശ്രീരാമ ഗോവിന്ദ മുകുന്ദ ശൗരി ശ്രീകൃഷ്ണ നാരായണ വാസുദേവ. ഭഗവാൻ ശ്രീഹരിയുടെ ഈ നാമങ്ങളുടെ അനന്തമായ മറ്റു നാമങ്ങളുടെയും
അമൃത് സേവിക്കാൻ ആഗ്രഹിക്കുന്ന എണ്ണമറ്റ ഭക്തന്മാരുടെയും രാജാവായ ശ്രീ മഹാദേവനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്, വൈഷ്ണവാനാം യഥാശക്തോ. ഭഗവത് ഭക്തിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്, അതിനപ്പുറം ആരുമില്ല. ആ ഒരു സ്ഥാനമാണ് മഹാദേവനുള്ളത്. അടുത്ത ശ്ലോകം നോക്കാം. ശ്രീനാരദാദേ സതതം സുഭോപ്യ ജിജ്ഞാസിതായാശു വരപ്രദായ തേഭ്യോ ഹരേർഭക്തി സുഖപ്രദായ ശിവായ സർവാ ഗുരവേ നമോ നമഃ. ഗുരു എന്നാണ് പറയുന്നത് മഹാദേവൻ. ശ്രീ നാരദ മുനിയും മറ്റു മഹാഋഷിമാരും ആരിൽ നിന്നാണോ ഗുഹ്യമായ ജ്ഞാനം നേടുന്നത്, അതുപോലെ ഏവർക്കും എളുപ്പത്തിൽ വരം നൽകുന്നവനും കൂടാതെ വരം ചോദിക്കുന്നവർക്ക് ഹരിഭക്തി നൽകി എല്ലാം ശുഭമാക്കി മാറ്റുന്നവരും, അങ്ങനെ എല്ലാവരെയും ഗുരുവായി മാറുകയും ചെയ്യുന്ന ശ്രീ മഹാദേവനെ ഞാൻ ആവർത്തിച്ച് പ്രണമിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ശ്ലോകം. ശ്രീ ഗൗരി നേത്രോത്സവ മംഗളായ തപ്രാണനാഥായ രസപ്രദായ സദാ സമുത്കണ്ഠ ഗോവിന്ദ ലീല ഗാനം പ്രവീണായ നമോസ്തു തുഭ്യം. ഗൗരിയുടെ നയനങ്ങൾക്ക് ആനന്ദം നൽകുന്നവരും അവൾക്ക് ജീവശക്തി നൽകുന്നവരും ഭഗവാൻ ശ്രീഹരിയുടെ മനോഹരമായ ലീലകൾ ആകാംക്ഷയോടെ സദാസമയം പാടി നടക്കുന്നവരും ആയ മഹാദേവനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? ഇതിന്റെ ഫലസ്തുതിയാണ്. നിങ്ങളിപ്പോ എല്ലാവരും ശിവാഷ്ടകം കേട്ടു, അതിന്റെ ഫലമാണ് പറയുന്നത്. ഏതത് ശിവാഷ്ടകം അദ്ഭുതം മഹത് ശൃണ്വൻ ഹരിപ്രേമ ലഭേത ശീഘ്രം ജ്ഞാനം ച വിജ്ഞാനം അപൂർവ വൈഭവം യോ ഭാവപൂർണ്ണ പരമം സമാന്തരം. ആരാണ് സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും കൂടി ഈ ശിവാഷ്ടകം കേൾക്കുന്നത്, അവർക്ക് എളുപ്പത്തിൽ തന്നെ ഭഗവാൻ ശ്രീഹരിയുടെ പ്രേമവും അതീന്ദ്രിയ ജ്ഞാനവും ലഭിക്കും. അതുകൂടാതെ ഈ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ സാക്ഷാത്കാരം അത്ഭുതപൂർവമായ ഭക്തിയെ നേടാൻ സാധിക്കും. അതായത് പൊതുവെ നമ്മൾ പലപ്പോഴും കേൾക്കും ജ്ഞാനം ജ്ഞാനം ജ്ഞാനം. പക്ഷെ ആ ജ്ഞാനം വിജ്ഞാനമാകാതെ, അത് സാക്ഷാത്കാരമാകാതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ ശരീരമല്ല ആത്മാവാണ് നമ്മൾ എത്രയോ പ്രാവശ്യം കേൾക്കുന്നു, അല്ലേ? പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് ഒരു അച്ഛൻ വളരെയധികം പിശുകനായ മകൻ പല രീതിയിലും ഈശ്വര വിശ്വാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു നോക്കി. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. എപ്പോ നോക്കിയാലും ബിസിനസ് 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 ബിസിനസ്. എവിടെ നോക്കിയാലും കാശ് എവിടെ കിട്ടും, കാശ് എവിടെ കിട്ടും, അതാണ്. എന്നാൽ അദ്ദേഹത്തെ പല പല തീർത്ഥ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. വൃന്ദാവനത്തിൽ കൊണ്ടുപോയി, ജഗന്നാഥപുരിയിൽ കൊണ്ടുപോയി, ബദ്രിനാഥിൽ കൊണ്ടുപോയി, കേദാർനാഥ്, ഇവിടെ എല്ലാം കൊണ്ടുപോയിട്ട് ഒരു മാറ്റമില്ല. ചില ആൾക്കാരെ പറയും പാവയ്ക്ക് ഗംഗയിൽ മുക്കിയാലും കൈപ്പിനൊരു കുറവില്ല. അതേപോലെ ഇദ്ദേഹത്തിന് ഒരു കുറവില്ലാതിരിക്കുകയാണ്. അന്നേരം മകൻ വിചാരിച്ച് ഇദ്ദേഹത്തെ എന്ത് ചെയ്യാൻ അച്ഛനായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിരുന്നപ്പോൾ അവസാനം വാരാണസിയിൽ കൊണ്ടു. അവിടെ ചെന്നിട്ട് ആ ശവത്തെയൊക്കെ കത്തിക്കുന്നത് കാണുമ്പോഴെങ്കിലും ഒരു വൈരാഗ്യം വരട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ കാണിച്ചു. അതേപോലെ തന്നെ സംഭവിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അച്ഛന്റെ കണ്ണീരിങ്ങനെ ധാരധാരയായിട്ട് വരാൻ തുടങ്ങി. മകന് സന്തോഷമായി. മകന്റെ കണ്ണീര് ഇപ്പോഴെങ്കിലും അച്ഛനൊരു മാറ്റം വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ അച്ഛന്റെ കാൽക്കൽ വീണിട്ട് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അച്ഛാ, എന്ത് മനസ്സിലായിട്ടാണ് അങ്ങ് ഇങ്ങനെ കരയുന്നത്? എനിക്ക് കേൾക്കാൻ ആ സാക്ഷാത്കാരത്തെ കുറിച്ച് കേൾക്കാൻ ആകാംക്ഷയായി. എന്നിട്ട് പറഞ്ഞു, ഇത്രയും കാലം എന്റെ ജീവിതം വെറുതെ ആയി പോണേ, ഇവിടെ വന്നിട്ട് വിറക് കച്ചവടം ചെയ്താൽ മതിയാ. വിറക് കച്ചവടം ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ലാഭം കിട്ടിയതിനെ. ഇത്രയും കാലം വേറെ പല ബിസിനസ്സും ചെയ്ത് ഇവിടെ വന്ന് വിറക് കച്ചവടം ചെയ്തിരുന്ന എന്തേന്നെ ഒരുപാട് ലാഭം പോയായിരുന്നു. അന്നേരത്തേക്ക് മകൻ വിചാരിച്ചു ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യുന്നത് നല്ലത്. എന്നാൽ അതേപോലെയാണ് ചില വ്യക്തികൾ പല രീതിയിൽ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ. പറ്റത്തില്ല അവരെ കൊണ്ട് മാറാൻ. കാരണം എന്താണ്? ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് പറയുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരു മാറ്റമില്ല. ഇതിനെ ശംശാന വൈരാഗ്യം പറയും. അവരെ ചിത കത്തിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയാലും പറയും, പക്ഷെ ഇന്നലെ കണ്ട വ്യക്തിയാണ്, ഇന്നലെ ഞാൻ സംസാരിച്ചതേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളു ജീവിതം.
എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് എന്താണ്, അവരുടെ വൈരാഗ്യം ഇത്രയൊക്കെ ഉള്ളൂ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വൈരാഗ്യവും പോയത്. അതാണ് യുധിഷ്ഠിര മഹാരാജാവ് ആ ഒരു യക്ഷനുമായിട്ടുള്ള സംവാദത്തിൽ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എല്ലാവരും മരിക്കുന്നു, പക്ഷെ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ ഇപ്പോഴും മരിക്കത്തില്ല. നമുക്ക് എപ്പോഴും റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ട്. റിട്ടയർമെന്റ് പ്ലാൻ എന്താണ്, ജോലി എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാങ്ക് അക്കൗണ്ടിൽ കാശൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ദീർഘകാലം ജീവിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥ റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പ്ലാൻ. എപ്പോഴായിരിക്കും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എങ്ങനെ പോകണം എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആർട്ട് ഓഫ് ലിവിങ് നല്ലതാണ്, പക്ഷെ ആർട്ട് ഓഫ് ലിവിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പരീക്ഷിത മഹാരാജാവിന്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്, മരണം അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാം കൊണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് ശുകദേവ് ഗോസ്വാമി അന്ന് ദേവി ഇത് പറഞ്ഞു തരും. ഇനി ആകെ 7 ദിവസമേ ഉള്ളൂ. ഈ 7 ദിവസത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്ന ചോദ്യം. ഒരു ജീവിതകാലം മുഴുവൻ പോരാ ഒരു ആത്മാവിനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ. എന്നിട്ട് ഈ 7 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് പരീക്ഷിത മഹാരാജാവിന്റെ ചോദ്യം. അന്നേരം ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കുന്നത് ആർട്ട് ഓഫ് ലിവിങ് ആണ്. ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാം, അതേസമയത്ത് ഇതിലൊന്നും കുടുങ്ങാതെ എങ്ങനെ ഇരിക്കാം എന്നതിനെ കുറിച്ചാണ്. പക്ഷെ ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഈ ലോകത്തിൽ നിന്ന് എങ്ങനെ ആസക്തി ഇല്ലാതെ സമാധാനത്തോടു കൂടി മരണത്തെ ഒരു ആഘോഷ നിമിഷമാക്കി ഈ ലോകത്തിൽ നിന്ന് വിടാം എന്നാണ്. കാരണം ശ്രീമദ് ഭാഗവതം മുഴുവൻ കേട്ടതിന് ശേഷം ശുകദേവ് ഗോസ്വാമി പരീക്ഷിത മഹാരാജാവിനോട് ചോദിക്കുകയാണ്, എന്താണ് പരീക്ഷത്തെ എന്തെങ്കിലും പറയാനുണ്ടോ? പരീക്ഷത്ത് പറയുവാണ്, ഒന്നും പറയാൻ, കിട്ടേണ്ടതെല്ലാം കിട്ടി, ഇനി നേടാനായിട്ട് ഒന്നുമില്ല, ഇനി തക്ഷകൻ വരുന്നത് വരെ കാത്തു നിൽക്കാൻ വയ്യ, അതിനു മുമ്പ് ഈ ലോകം വിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതോടെ പറഞ്ഞുകൊണ്ട് തന്നെ ശുകദേവ് ഗോസ്വാമി അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം ആ പരീക്ഷിത മഹാരാജാവ് നേരെ ധ്യാനം നൽകുന്നതായിട്ട് ഇരുന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നേരെ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് തക്ഷകൻ വരികയാണ്. തക്ഷകൻ വരുന്ന സമയത്ത് ശുകദേവ് ഗോസ്വാമി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്ക് ഉടൻ തന്നെ കൂട്ടത്തിലുള്ള എല്ലാവരും പറഞ്ഞു, ശുകദേവ് ഗോസ്വാമി എങ്ങോട്ട് പോകുന്നു? അന്നേരത്തേക്ക് പറഞ്ഞു, എങ്ങോട്ട് പോകാൻ, ഞാൻ എന്റെ കാര്യം കഴിഞ്ഞ് പോവുകയാണ്. അല്ല, തക്ഷകന്റെ കഴി കാണാൻ വേണ്ടി നിൽക്കുന്നില്ലേ? അന്നേരം ശുകദേവ് ഗോസ്വാമി ചിരിച്ചിട്ട് മനസ്സിലായി, ഇത്രയും നേരം ഇവിടെ ഇരുന്നത് എന്തിനാണ്, തക്ഷകന്റെ കളി കാണാൻ. ഭാഗവതം കേട്ടിട്ട് മനസ്സിലായത് കുറച്ചു പേർക്കേ ഉള്ളൂ, ബാക്കി എല്ലാവരും തക്ഷകന്റെ കളി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ പരീക്ഷത്ത് പോയി തക്ഷകൻ കഴിക്കുന്നത് ആരെയാണ്? പരീക്ഷത്തിന്റെ ശരീരത്തെയാണ്. അത്രയേ ഉള്ളൂ. അന്നേരം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ശരീരമല്ല ഇമ്പോർട്ടന്റ്, ഇതിനുള്ളിലിരിക്കുന്ന നമ്മളാണ്. ആ ഒരു പരമസത്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു പ്രശ്നമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്, അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് എന്തൊരു സൗന്ദര്യമുണ്ട്, പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? മാസ്ക് വെച്ചിട്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു മരണഭയം ഉണ്ട്. എനിക്കും എല്ലാവർക്കും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ആ മരണഭയത്തെ നമ്മൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഭയം നമുക്കുണ്ട്. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം ഉറപ്പു നൽകുന്നത്. എന്നാൽ നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കി ആ ഒരു ആത്മീയ പാതയിലേക്ക് സഞ്ചരിച്ച് നമ്മുടെ ആത്മാവിനെ, ആ ബ്രഹ്മത്തെ തൊട്ടറിയണം. ബ്രഹ്മബോധ പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു. ബ്രഹ്മഭൂത അവസ്ഥയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അവനെ പിന്നെ ഈ ലോകത്തിൽ ടെൻഷൻ അടുപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ പെട്ടെന്ന് വരുന്നത്? ബ്രഹ്മഭൂത അവസ്ഥയിലല്ല നമ്മൾ ഇരിക്കുന്നത്. ബ്രഹ്മഭൂത അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ധ്യാനിച്ചുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, അതാണ്. അല്ല, എല്ലാം ചെയ്തോളൂ, പക്ഷെ ഒന്നിലും തൊടാതിരിക്കും. എല്ലാം ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം, പക്ഷെ ഒന്നിനോടും ആസക്തരായി പോകരുത്. നമ്മുടെ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ രാജഋഷികളാണ്. അവർ ഈ ലോകത്തെ മുഴുവൻ ഭരിച്ചിരുന്നവരാണ്. പക്ഷെ അവർക്കൊരിക്കലും ടെൻഷൻ വന്നിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ വീട് ഒന്ന് മാനേജ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ടെൻഷനാണ്. അവർ ഭരിച്ചിരുന്നത് ഒരു വലിയൊരു രാജ്യം തന്നെയായിരുന്നു.
പക്ഷെ അവർക്ക് അത്രത്തോളം ടെൻഷനൊന്നുമില്ല, എല്ലാം സമാധാനമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? അവർക്ക് അത്രത്തോളം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. എത്രത്തോളം നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ യോഗബലം കൂടും, തപോബലം കൂടും. തപോബലം കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാം നമ്മളിപ്പോ ഈ മൊബൈലിൽ ക്ലിക്ക് ചെയ്യുന്നതുമാതിരി നമ്മുടെ ജീവിതം എല്ലാം ക്ലിക്ക് അനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. കാരണം നമ്മുടെ കർമ്മം അത്ര ശരിയല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. നമ്മൾ ധർമ്മത്തിന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അർത്ഥം ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭിക്കും. ധാർമ്മികപരമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം വരുന്നതെങ്കിൽ ആ അർത്ഥത്തെ അനുഭവിക്കാനുള്ള യോഗം നമുക്ക് ലഭിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിജിറ്റ്സ്, ബാങ്ക് അക്കൗണ്ടിൽ ഡിജിറ്റ്സ് കൂട്ടാൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഡിജിറ്റ്സ് കൂട്ടിക്കൊണ്ടിരിക്കും, അത് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് എത്ര ഡിജിറ്റ്സ് ആണ് നമുക്ക് ഉപയോഗമായിട്ട് വരുന്നത്? നമ്മൾ അതെല്ലാമായിട്ട് റിട്ടയർമെന്റ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം മരിക്കാറായി കിടക്കുന്ന സമയത്ത് പോലും ഈ ഡിജിറ്റ്സ് ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒന്ന് ആലോചിച്ചു. സത്യം പറഞ്ഞാൽ വളരെ നിർഭാഗ്യകരമാണ് ഇങ്ങനെയുള്ള ജീവിതമൊക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള ജീവിതമായി പോകരുത്. നമ്മൾ ശാസ്ത്രമൊക്കെ പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മുന്നോട്ട് പോകണം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇതി സുവന്ദം ഉത്സഹ ശിവസ്യ ഭക്ത്യാ വരമാലഗന്ധേ വിഭൂഷയാം ആസുര അനുത്തമാംഗം തതോ ബഹിർവേഷമാസു സന്നിവിഷ്ടഃ. ആ ചൈതന്യ മഹാപ്രഭു ആ മഹാദേവനെ സ്തുതിച്ച ശേഷം ആ അതുല്യ സുന്ദരനെ ശിവഭക്തന്മാർ സുഗന്ധപൂർണമായ ഹാരമണിയിക്കുകയും അന്തഗൗരാംഗ മഹാപ്രഭു അന്ന് ആ ഗൗരംഗ മഹാപ്രഭുവിനെ അവിടെ തന്നെ താമസിപ്പിക്കുകയും ചെയ്തു. ഇത് അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് ദക്ഷായാഗത്തെ കുറിച്ച് പഠിക്കാം. ഇനി 10 മണി വരെയാണ് സമയമുള്ളവർക്ക് ഇരിക്കാം. അല്ലാത്തവർ ഇവിടെ സമയത്തനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് മഹാദേവന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു ഘട്ടമാണ് ദക്ഷയാഗം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ ദക്ഷയാഗത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് മഹാദേവന്റെ സന്തോഷത്തിന് വേണ്ടി ആ ദക്ഷയാഗത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സതീദേവി ദക്ഷന്റെ മകളാണ്. വളരെയധികം സന്തോഷമായിട്ട് സതീദേവി മഹാദേവനൊത്ത് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം, ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിതുരൻ മൈത്രേയ ഋഷിയിൽ ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ശ്ലോകം ഞാൻ പറയാം, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ മഹാദേവന്റെ ആ ഒരു ഗുണം എന്താണ്. വിതുരൻ മൈത്രേയ ഋഷിയോട് ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? വിതുര ഉവാച ഭവേ ശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദുരിതവത്സല വിദ്വേഷം അകരോത്കസ്മാത് അനാദൃത്യാത്മജം സതി. ഈ അമ്മായപ്പനോട് ഇത്രയധികം ആ ഒരു അമ്മായപ്പന് മഹാദേവനോട്, അതായത് ദക്ഷനെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്, ദക്ഷന് മഹാദേവനോട് ഇത്രയും വൈര്യം വരാൻ എന്താണ് കാരണം? അതും സതീദേവിയെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളാണ് ദക്ഷൻ. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ്. ആ മകളോട് ഇത്രയും വൈര്യം വരാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അടുത്ത എന്താണ് ചോദിക്കുന്നത്? ഇനി മഹാദേവന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്ന ശ്ലോകമാണ്. ശ്രദ്ധിച്ചു കേൾക്കാം. കസ്തം ചരാചര ഗുരു, എല്ലാ ചരാചരങ്ങളുടെയും ഗുരുവാണ് മഹാദേവൻ. നിർവൈരം, മഹാദേവൻ ആരോടും വിരോധമില്ല. ശാന്തവിഗ്രഹം, ശാന്തമായിട്ടിരിക്കുന്നതാണ് മഹാദേവൻ. എപ്പോഴും നിങ്ങൾ ഇവിടെ കണ്ടില്ലേ ചിത്രം, ഇത്ര ശാന്തമായിട്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ആത്മാരാമൻ, എപ്പോഴും ഇങ്ങനെ തന്നെ ആത്മാരാമൻ, ഉള്ളിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥം ദ്വേഷി ജഗതോ ദൈവതം മഹത്, മുഴുവൻ പ്രപഞ്ചത്തിന്റെയും ദേവനായിട്ടുള്ള
ദൈവമായിട്ടുള്ള മഹാദേവനായിട്ടുള്ള അദ്ദേഹത്തിനെതിരെ ആർക്കെങ്കിലും ദേഷ്യം തോന്നുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് അതിന് കാരണമായത്. എന്നാൽ ഒരിക്കൽ ആ ഒരു ബ്രഹ്മദേവനാൽ വിളിച്ചു കൂട്ടിയ ആ ഒരു സഭയിൽ എല്ലാവരും ഇരിക്കുമായിരുന്നു, മഹാദേവനോട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ദക്ഷൻ ഇങ്ങനെ കയറി വരികയാണ്. ആ ദക്ഷന്റെ തേജസ്സും അതൊക്കെ കണ്ടിട്ട് അറിയാതെ എല്ലാ ദൈവന്മാരും എഴുന്നേറ്റ്. അന്നത്തേക്ക് അവിടെ മഹാദേവനും എഴുന്നേറ്റില്ല, ബ്രഹ്മദേവനും എഴുന്നേറ്റില്ല. ബ്രഹ്മദേവൻ എഴുന്നേക്കാതിരുന്നപ്പോൾ ദക്ഷനൊന്നും തോന്നിയില്ല. പക്ഷെ മഹാദേവൻ എഴുന്നേക്കാത്തപ്പോൾ വലിയ ദേഷ്യം. അന്നേരം മഹാദേവനെ എന്റെ മകളുടെ ഭർത്താവ് എന്നുള്ള നിലയിൽ മാത്രമേ ദക്ഷൻ കണ്ടു. പക്ഷെ മഹാദേവന്റെ സ്ഥാനം എന്താണെന്ന് ദക്ഷൻ ഒരിക്കലും ചിന്തിച്ചില്ല. അതാണ് ഇത്രയും വലിയൊരു ആപത്തിന് മുന്നോട്ട് കാരണമായി ഭവിച്ചത്. അന്നേരം ഉടൻ തന്നെ വളരെ അധിക്ഷേപ വാക്കുകൾ ദക്ഷൻ പുറപ്പെട്ടു. സത്യം പറഞ്ഞ ഇന്നത്തെ ദിവസം എനിക്ക് പറയാൻ തോന്നുന്നില്ല ശ്ലോകം. അത്ര മോശപ്പെട്ട രീതിയിലാണ് മഹാദേവനെ കുറിച്ച് വളരെ മോശമായിട്ട് ദക്ഷൻ സംസാരിക്കുക. അതെല്ലാം കേട്ടിട്ട് മഹാദേവൻ വളരെയധികം വിഷമമായി. എന്നാൽ നമ്മൾ വിചാരിക്കും ഭഗവാന് ദേവന്മാർക്കൊന്നും വിഷമമില്ലേ? ദേവന്മാർക്ക് വിഷമമില്ല. പക്ഷേ അവർക്ക് അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റും. അതായത് നമ്മൾ സാധാരണ രീതിയിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളും അത്ര വലിയ വ്യക്തികളെന്ന് പറഞ്ഞു. അതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവെ ഒരു പഴഞ്ചൊല്ലുണ്ട്, a greatness of a person is understood on the basis of how he tolerates provoking situations. നമ്മളെ പ്രകോപിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം വലിയ വ്യക്തികളാണോ അല്ലെങ്കിൽ ചെറിയ വ്യക്തികളാണോ. ചെറിയ വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കാശിന്റെ അടിസ്ഥാനത്തിലല്ല, സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവരെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാഹചര്യം, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഉടൻ തന്നെ പൊട്ടിത്തെറിക്കുക, ഉടൻ തന്നെ മനസ്സിലാക്കാം ഇയാൾ ഇത്രയും. അതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാവരെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കണോ? നമ്മൾ നമ്മളെ തന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം സഹനശീലത, ക്ഷമ നമ്മുടെ എത്രത്തോളം നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും മനസ്സിന്റെ ബലം കൂടും. യോഗ എന്ന് പറയുമ്പോൾ ആസനങ്ങൾ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. വാച്ചോ വേഗം, മനസ്സാ ക്രോധ വേഗം, ജിഹ്വാ വേഗം, ഉദരോ ഉപസ്ഥ വേഗം. അടിസ്ഥാനപരമായിട്ട് ഈ 6 വേഗങ്ങളെ നമ്മൾ നിയന്ത്രിക്കണമെന്നാണ് രൂപ ഗോസ്വാമി ഉപദേശാമൃതത്തിൽ പറയുന്നത്. അതായത് ഒരു വേഗമുണ്ട് നമ്മുടെ ഉള്ളിൽ. വേഗം എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഇങ്ങനെ വരും. വാച്ചോ വേഗം, എന്തെങ്കിലും തോന്നുക ഇപ്പൊ ഉടനെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാവിന്റെ അവിടെ വന്നിട്ട് ഒരു തള്ളുണ്ടെങ്കിൽ അല്ലേ, എന്നിട്ട് നമുക്ക് സംസാരിച്ചേ പറ്റും. പക്ഷെ നമുക്ക് ആ നാവിനെ നിയന്ത്രിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ ജയിച്ചു എന്ന് വിചാരിക്കുക. വാച്ചോ വേഗം, വാക്കുകളെ നിയന്ത്രിക്കുക. ആരാണോ അവരുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നത്, മനസ്സാ വേഗം, മനസ്സിനെ നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും. കൂടുതൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാക്കിനെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുക. കാരണം എന്തുകൊണ്ടാണ്? കൂടുതൽ നിങ്ങൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മുടെ നാവാണ്. തോന്നില്ല? ഉദാഹരണത്തിന് ഒരു 2 സൈനികരും തമ്മിൽ ഇടയ്ക്കൊരു ബോർഡർ ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥം നടന്നതെന്ന് അറിയത്തില്ല, പക്ഷെ കുട്ടിക്കാലത്ത് വായിച്ചൊരു കഥയാണ്. അന്നേരം കുതിരയുടെ ഒരു ലാട അറിയാതെ തെറിച്ച് ഈ എതിർ ആളുടെ ആ ഒരു കുതിരയുടെ ലാടം അപ്പുറത്ത് തെറിച്ചു. അന്നേരം ഉടനെ ഈ സൈനികൻ എന്ത് ചെയ്തു? മതിൽ കടന്ന് അപ്പുറത്ത് കയറി. എന്നിട്ട് ആ ലാടം നോക്കിക്കൊണ്ടിരിക്കുക, എവിടെയാണ്. ഉടൻ തന്നെ എതിർഭാഗത്തുള്ള ആള് ചോദിക്കും, എന്താണ് അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത്? ഉടനെ ഇദ്ദേഹം എന്താണ് പറയുന്നത്? കുതിരയുടെ ലാടം വേഗം നോക്കണം. അങ്ങനെ പറഞ്ഞാൽ പോരെ? ഉടനെ എന്താ ചോദിക്കുന്നത്? നീ ആരാണ് ചോദിക്കാൻ? ഉടനെ അദ്ദേഹം പറയാ, നീ എന്റെ ഭൂമിയിൽ കയറി വന്നിട്ട് എന്നോട് ചോദിക്കുക നീ ആരാണോ ചോദിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമായി കുന്തമറിഞ്ഞോ ഇങ്ങനെ മനുഷ്യ.
ഉടൻ തന്നെ അവിടെയുള്ള ആൾ കേട്ടു, അത് ശരി, നമ്മുടെ സൈന്യത്തെ വധിച്ചു എന്ന് പറഞ്ഞ് അങ്ങോട്ട് യുദ്ധമായി ഇങ്ങോട്ട് യുദ്ധമായി, വലിയ രാജാക്കന്മാർ തമ്മിൽ യുദ്ധമായി, വലിയ നാശനഷ്ടങ്ങൾ. എന്തിനു വേണ്ടി? ഒരു കുതിരയുടെ കാരണത്തിന്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാലും നാവിനെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന വലിയ വലിയ പ്രശ്നത്തിന് 90% പരിഹാരമാണ്. രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ഒരാൾ മിണ്ടാതിരിക്കുക, മറ്റൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ആരെങ്കിലും ഒരാള് ക്ഷമ പരിശീലിച്ചേ പറ്റും. രണ്ടുപേരുടെ ക്ഷമയില്ലെങ്കിൽ പിന്നെ തീർന്നു, അന്ന് തന്നെ എല്ലാം തീരുന്നതാണ്. ആരെങ്കിലും ഒരാള് ക്ഷമയോടുകൂടി ഇരിക്കണം. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, മറ്റൊരാള് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ഇരിക്കുകയാണ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യുക? കണ്ണടച്ചുകൊണ്ട് ധ്യാന നിരതരായിട്ട് ഇരിക്കുക. എല്ലാം എന്നെ കുറിച്ചല്ല പറയുന്നത് എന്ന് വിചാരിച്ചിരിക്കുക, വേറൊരു ലക്ഷ്യമില്ല. ഇത് എത്രത്തോളം നമ്മൾ കേട്ട് ക്ഷമിച്ചിരിക്കുന്നോ അത്രത്തോളം പ്രശ്നം ഗുരുതരമാകുന്നില്ല. വാച്ചോ വേഗം മനസ്സാണ്. നമ്മൾ വാക്കിനെ നിയന്ത്രിക്കാൻ പഠിക്കുകയാണെങ്കിൽ മനസ്സിന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് പറയാറില്ലേ, ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരുപാട് ചിന്തകൾ വരുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. എത്ര സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് കഴിച്ചാലും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ചിന്തകളെ ആദ്യം നിയന്ത്രിക്കണം. ചിന്തകൾ ഇല്ലാതിരിക്കുമ്പോഴേ നമുക്ക് ഉറങ്ങാൻ പറ്റും. ചിന്തകൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താണ്, ആ ചിന്തകളൊക്കെ നമുക്ക് ടെൻഷൻ കൂടിപ്പിച്ചോ ഒരുപാട് കൂടുതലാവുമ്പോൾ ടെൻഷനൊക്കെ. എന്നാൽ വാച്ചോ വേഗം മനസ്സാ, വാക്കുകളെ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ക്രോധത്തെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമായി. നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ക്രോധം എന്താവും? അനിയന്ത്രിതമായിട്ട് പോകുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് മഹാദേവനെ ഈ ദക്ഷൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ അക്ഷേപ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് മഹാദേവൻ എന്താണ്? ഒരു അക്ഷരം പോലും വേണ്ടി. പൊതുവെ ഒരു പഴഞ്ചൊല്ലിൽ പറയും, നമ്മളെ കാട്ടിയും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര വലിയ ധീരത്വമൊന്നും അല്ലേ? അത് പേടി കൊണ്ട് ക്ഷമിക്കുന്നതാണ്. നിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കഴുത്ത് പോകും. അതുകൊണ്ട് അതായത് നമ്മളെ കാട്ടി വളരെയധികം ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയം കൊണ്ട് ക്ഷമിക്കുന്നതാണ്. അന്നേരം മഹാദേവൻ എന്ന് പറയുന്ന ആരാണ്? ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മഹാദേവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിയാക്കാൻ പറ്റും ദക്ഷനെ. പക്ഷെ മഹാദേവൻ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കുക, എത്ര വലിയ ധീരനാണ് മഹാദേവൻ. എത്രത്തോളം നാവിനെ നിയന്ത്രണം ഉണ്ടെന്ന് നോക്കണം, എത്രത്തോളം ആ ക്രോധത്തെ നിയന്ത്രണം ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും മഹാദേവൻ ക്ഷിപ്രകോപിയാണ്. എവിടെ പോയി മഹാദേവന്റെ കോപം? നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, സാഹചര്യത്തിനനുസരിച്ചാണ് മഹാദേവൻ കുപിതനാകുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കുപിതനാകത്തുള്ളൂ, അല്ലാതെ എല്ലായിടത്തും കുപിതനാവത്തില്ല മഹാദേവൻ. അപ്പൊ മഹാദേവന് മനസ്സിലായി ഇവിടെ കോപം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ദക്ഷൻ വിവരമില്ലാത്തവനാണ്, അവൻ വായി തോന്നി എല്ലാം സംസാരിക്കുന്നു. ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അവോയ്ഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ നന്ദിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്വാമിയാണ് ഇത്രയും കുറ്റപ്പെടുത്തിയത്. നന്ദി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ശാപമായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചു. ഭൂതഗണങ്ങളെ ശപിച്ചു. എന്താണ്? നിങ്ങൾ എല്ലാവരും ശുചിയില്ലാതെ അങ്ങനെയുള്ളവരായി പോകട്ടെ എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഭൃഗുവിന്റെ വംശത്തെയും ശപിച്ചു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശാപമായി. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് മഹാദേവൻ വലിയ വിഷമമായി. പക്ഷെ മഹാദേവൻ ഒരു സൈഡ് നിൽക്കാതെ മഹാദേവൻ നേരെ അടുത്തു. ഇതിനുശേഷം മഹാദേവനെ കളിയാക്കാനും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ദക്ഷൻ വീണ്ടും ഒരു യാഗം പ്ലാൻ ചെയ്തു. അതിന് ബാക്കിയുള്ള എല്ലാ ദേവന്മാരും കൂട്ടുനിന്നു. ബ്രഹ്മദേവനും വന്നില്ല, സാക്ഷാൽ നാരായണനും വന്നില്ല. കാരണം രണ്ടുപേർക്കും മനസ്സിലായി ഇത് എവിടെ പോയി എത്താൻ പോവാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പക്ഷെ ബാക്കി ദേവന്മാരെല്ലാം കൂട്ടുനിന്നു. അതിനെന്തായി? അവസാനം യാഗം തുടങ്ങി. അങ്ങനെ സതീദേവി കൈലാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിമാനങ്ങളിൽ ഓരോ ദേവന്മാര് പോവുകയാണ്. നമ്മൾ പുതിയ ആൾക്കാർ വിചാരിക്കും ഇന്നത്തെ കാലത്തെ വിമാനം ഉള്ളപ്പോൾ നമ്മളെക്കാട്ടിയും ബെറ്റർ ടെക്നോളജി അവിടെ ഉണ്ട്. അവരൊക്കെ പരമ യോഗികളാണ്. അവിടെ ഫ്യൂളിന്റെ ആവശ്യം വേണ്ടില്ല, അത്രയ്ക്ക് ബെറ്റർ പ്ലേസ് ആണ്.
അന്നേരം ആ വിമാനങ്ങളിൽ ദേവന്മാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിയോട് ചോദിക്കുക, ദേവി വരുന്നില്ലേ? നിങ്ങൾ പറയും, എങ്ങോട്ടാ? നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ വീട്ടിൽ യാഗം നടക്കുകയാണ്? അന്നേരം ദേവിക്ക് അതൊരു ഇൻസൾട്ട് അല്ലേ? അതായത് സ്വന്തം വീട്ടിൽ യാഗം നടത്തിയിട്ട് ആരും അറിയിച്ചില്ലെന്ന് പറഞ്ഞ് അന്നേരം ദേവി അത് മനഃപൂർവ്വം മാറ്റാൻ വേണ്ടി ദേവി എന്ന് പറഞ്ഞു, അതൊക്കെ നമുക്കറിയാം, നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ റെഡിയായിട്ട് ഉടനെ പോവുകയാണ് എന്നൊരു അർത്ഥത്തിൽ ദേവി അത് പറഞ്ഞു ഒപ്പിച്ചു. അതിനുശേഷം മഹാദേവന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അങ്ങയുടെ ഭർത്തൃപിതാവ്, അങ്ങയുടെ ഭാര്യാപിതാവ് എന്ന് പറഞ്ഞിട്ട് നോക്കണേ, ഡയറക്റ്റ്ലി പറഞ്ഞാൽ മതി, എൻ്റെ അച്ഛൻ അവിടെ യാഗം ചെയ്തെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ മഹാദേവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അങ്ങയുടെ ഭാര്യാപിതാവ് എന്ത് ചെയ്യുന്നു? അവിടെ യാഗം നടത്തുന്നു, അതുകൊണ്ട് എല്ലാവരും അവിടെ പോവുകയാണ്, നമുക്ക് പോവാല്ലേ? പിന്നെ നമ്മുടെ തന്നെ ആൾക്കാരല്ലേ, ക്ഷണമൊന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മഹാദേവനെ ഒരു തരത്തിലൊന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടി സതീദേവി പാവം ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മഹാദേവൻ അതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ദേവി, എന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു യാഗം നടത്തുന്നത്, അതുകൊണ്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഭവിഷ്യത്തായിരിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദേവി എന്നിട്ടും പറഞ്ഞു, അവിടെ എല്ലാവരും വരുമ്പോൾ നമുക്ക് പോയില്ലെങ്കിൽ വളരെ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവസാനം മഹാദേവൻ പറഞ്ഞു, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ജീവന് വരെ ഹാനി സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും പാവം സതീദേവിക്ക് ആ ഒരു സമയത്ത് മനസ്സിലായി. എന്നിട്ട് മഹാദേവൻ ഇത്രയും പറഞ്ഞിട്ട് കണ്ണടച്ച് ധ്യാനാവസ്ഥയിലിരിക്കാൻ തുടങ്ങി. ദേവി പാവം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കണ്ണീര് വരുന്നു, ദേഷ്യം വരുന്നു, വിഷമം വരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം ഒറ്റ നടത്തേ നേരെ ദക്ഷിണേന്ത്യയിലേക്ക്. അന്നത്തേക്ക് ഭൂതഗണങ്ങളെല്ലാം വിചാരിച്ചു ദേവി ഒറ്റയ്ക്ക് പോകുന്നു. ഉടൻ തന്നെ നന്ദിയും കൂട്ടിച്ചേർന്നു, മറ്റു ഭൂതഗണങ്ങളും ചേർന്നു, എല്ലാവിധ സന്നാഹങ്ങളോടുകൂടി ഭൂതഗണങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പിന്നെ പോകാൻ തുടങ്ങി. പക്ഷെ മഹാദേവൻ അനുമതി കൊടുത്തില്ല. അങ്ങനെ ദേവി അവിടെ ചെന്ന് നോക്കിയപ്പോൾ മറ്റ് ദേവന്മാരാരും ദേവിയെ തിരിഞ്ഞു പോലും നോക്കിയില്ല. കാരണം ഭയപ്പെട്ടു, ദക്ഷൻ അത് ഇഷ്ടപ്പെടാതെ വന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ദേവി അവിടെ എല്ലാവരെയും രൂക്ഷമായിട്ട് നോക്കി. അവിടെ നോക്കിയപ്പോൾ മഹാദേവന് കൊടുക്കാനായിട്ടൊരു സ്ഥാനം അവിടെ ഇല്ല. ഇതൊക്കെ കണ്ടിട്ട് വളരെയധികം വിഷമിച്ചു. എന്നിട്ട് ദേവി അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് മഹാദേവനെ കുറിച്ച് മഹാദേവനോടുള്ള ദേഷ്യം ആ ദക്ഷൻ ദേവിയെടുത്ത് തീർക്കുവാണ്. ദേവിയെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇതെല്ലാം കണ്ടിട്ട് ദേവി വളരെയധികം വിഷമിച്ചു. ദേവി അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ദേവി അങ്ങനെ പോയപ്പോഴത്തേക്ക് അമ്മയും മറ്റു സഹോദരിമാരും വന്നിട്ട് പല പല കാര്യങ്ങൾ ചോദിക്കുകയാണ്. പക്ഷെ ദേവിയുടെ മനസ്സ് അവിടേക്കൊന്നല്ല. ദേവി ഈ ഒരു ദക്ഷന്റെ ആ ഒരു ഇത്രയും ദുഷ്ട സ്വഭാവത്തെ കുറിച്ച് ദേവി ചിന്തിക്കുകയാണ്. സ്വന്തം അച്ഛനാണ്, പക്ഷെ എന്നിട്ട് ആ മഹാദേവനോട് ഇത്രയും ദ്വേഷം എന്തുകൊണ്ടാണ് എന്ന് പാവം ദേവി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ദേവിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ദേവി നേരെ പത്മാസനത്തിൽ അങ്ങോട്ട് ഇരുന്നു, യാഗം നടക്കുന്നതിൻ്റെ അടുത്ത്. എന്നിട്ട് കണ്ണൊക്കെ അടച്ചു പിടിച്ചു. എന്നിട്ട് നല്ലൊരു ഇതും കൊടുത്തു, ഇത്രയും ദുഷ്ട സ്വഭാവമായിട്ടുള്ള നിനക്ക് ഇതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ദേവി കണ്ണടച്ചിരുന്നു. ധ്യാന അവസ്ഥയിലേക്ക് പോയി പ്രാണവായുവിനെ നിയന്ത്രിച്ച് മൂലാധാര ചക്രത്തിൽ നിന്ന് ആ ഒരു വായുവിനെ നിയന്ത്രിച്ച് ഉയർത്തിക്കൊണ്ട് ആ ഒരു വായുവിനെ ആ ഒരു അഗ്നിയായിട്ട് ആകർഷിപ്പിച്ചു. ആ ജഠരാഗ്നി ശരീരത്തിൽ നിന്നുള്ള ആ അഗ്നിയെ ജ്വലിപ്പിച്ചു. ആ ശരീരം സ്വപ്പെന്ന് പറഞ്ഞിട്ട് ആ ശരീരം മുഴുവൻ കത്തിച്ചാമ്പളന്നു. ഇത് കണ്ട ഉടൻ തന്നെ എല്ലാവരും അമ്മോ ഇതാണ് തലയിൽ കൈവച്ചു. സാക്ഷാൽ ദേവി ഇവിടെ ജീവത്യാഗം ചെയ്തിരിക്കുകയാണ്, ഇനി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് അന്നേരത്തേക്ക് ഭൂതഗണങ്ങൾ പണ്ട് ഇൻസൾട്ട് ചെയ്തപ്പോഴേ ഒരു ചാൻസ് നോക്കിയിരിക്കുക. അന്നത്തേക്ക് പറയും ഇനി മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല, തൃശൂലമൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ആക്രമണം തുടങ്ങാവുന്ന സമയത്ത് ഭൃഗുമുനി പെട്ടെന്ന് തന്നെ യാഗത്തിൽ നിന്ന് പല ദേവന്മാരെ സൃഷ്ടിച്ചു. ആ ദേവന്മാരെല്ലാവരും ഭൂതഗണങ്ങളെ വളരെ എളുപ്പത്തിൽ തോൽപ്പിച്ചു. എന്നിട്ട് അവരെല്ലാം ചിരിച്ച് കളിയാക്കി. ഇതെല്ലാം വിഷമെല്ലാം സഹിച്ചിട്ട് നേരെ ഭൂതഗണങ്ങൾ വിഷമമായിട്ട് മഹാദേവന്റെ അടുത്ത് എത്തുക. ഇപ്പോൾ മഹാദേവൻ കുപിതനാവുമോ ഇല്ലയോ? അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തപ്പോൾ മഹാദേവൻ ഒന്നും വേണ്ടിയില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റില്ല അല്ലേ? ഇത്രയൊക്കെ ക്ഷമിച്ചിട്ട് എന്താ തെറ്റ് എന്താ ശരിയെന്ന് ഒരു പ്രജാപതിയുടെ സ്ഥാനത്ത് നിൽക്കുന്നവന് മനസ്സിലായില്ലെങ്കിൽ അവൻ തീർച്ചയായിട്ടും ദണ്ഡനത്തിന് അർഹനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? മഹാദേവന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ ധ്യാന അവസ്ഥയിൽ നിന്ന് മഹാദേവൻ കണ്ണു തുറന്നു.
വേണമെങ്കിൽ മഹാദേവന് സ്വയം വന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാനാണ്. പക്ഷെ മഹാദേവൻ വിചാരിച്ചു, എന്ത് പറയുന്നില്ല, ചില ആൾക്കാർ പറയത്തില്ല എന്നോട് യുദ്ധം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി എനിക്ക് വേണം. അതേപോലെ നീ നിന്റെ ലോ ക്ലാസ് ബിഹേവിയർ നീ പ്രൂവ് ചെയ്തു, ഇത്രയും താഴ്ന്നവനാണെന്ന് നീ പ്രൂവ് ചെയ്തു, അതുകൊണ്ട് നിന്നോട് ഞാൻ യുദ്ധം ചെയ്യാനും വരത്തില്ല, എന്റെ മുടി മതി എന്ന് പറഞ്ഞ ആ ജഡ അങ്ങോട്ട് കുറയുമ്പോഴും അതിൽ നിന്ന് അതിഘോരമായിട്ടുള്ള വീരഭദ്രൻ വരികയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ തന്നെ ക്രോധമാണ് വീരഭദ്രനായിട്ട് വരുന്നത്. മഹാദേവന്റെ ക്രോധമല്ല, ഭഗവാന്റെ ക്രോധം. കാരണം മഹാദേവനെ വേദനിപ്പിച്ചപ്പോൾ ഭഗവാന് സഹിച്ചില്ല. ഭഗവാൻ വിചാരിച്ചു ഇതിന് തക്കതായിട്ടുള്ള മറുപടി ഞാൻ തന്നെ കൊടുക്കണം എന്ന് പറയുന്നതാണ് സാക്ഷാൽ വീരഭദ്രൻ വരുന്നത്. 1000 കൈകളാണ് വീരഭദ്രൻ. വീരഭദ്രന്റെ ആ ഒരു തീറ്റാപ്പല്ലം കണ്ടു കഴിഞ്ഞാൽ പോയി ആള് ബോധം കെട്ട് വീഴും. അത്രയ്ക്ക് ഡേഞ്ചർ രൂപമാണ്. അതായത് ഭഗവാന്റെ രൗദ്ര രൂപം തന്നെ ഇങ്ങനെ പുറത്തു വരികയാണ് വീരഭദ്രനായിട്ട്. അങ്ങനെ വീരഭദ്രനെ കണ്ടപ്പോഴേ ഭൂതഗണങ്ങൾക്കെല്ലാം വലിയ പ്രചോദനമായി. ഇന്ന് അവന്റെ കാര്യം ഓർമ്മ, ഇന്ന് തന്നെ തീരും അവൻ എന്ന് തന്നെ വിചാരിച്ചിട്ട് എല്ലാ ഭൂതഗണങ്ങളും കൂടെ ഒന്നിച്ചിരുന്നു. എന്നിട്ട് അവർ യാത്രയായി. അന്നേരം അവിടെ അപശകുനങ്ങളൊക്കെ കാണാൻ തുടങ്ങി. വലിയ കാർമേഘങ്ങളൊക്കെ വരുന്നത്. ഇതെന്തോ യജ്ഞം തീരുന്നതിന് മുന്നേ കാർമേഘങ്ങൾ വന്നല്ലോ. പൊതുവെ യജ്ഞം കഴിഞ്ഞതിന് ശേഷമാണല്ലോ കാർമേഘങ്ങൾ വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ഇത് കാർമേഘമല്ല, അവിടെ ഭൂതഗണങ്ങൾ വരികയാണ്. ഇന്നത്തോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയപ്പെട്ടു. എല്ലാവരും ഓടാൻ തുടങ്ങി. ദേവന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഭൂതഗണങ്ങൾ അങ്ങോട്ട് വന്ന് തരിപ്പണമാക്കാൻ തുടങ്ങി മനുഷ്യൻ. സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ പ്രവേശിച്ചു. അവിടെയെല്ലാം അവരെല്ലാം ഒട്ടിച്ച് ബന്ദിയാക്കി. അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ യജ്ഞമൊക്കെ അവിടെയൊക്കെ എല്ലാം കൊണ്ടും നശിപ്പിച്ചു. എന്നിട്ട് വീരഭദ്രൻ നോക്കുകയാണ് എവിടെയാണ് ആൾക്കാര്. അന്നേരം മഹാദേവനെ കളിയാക്കി സംസാരിച്ചപ്പോൾ, ആദ്യം ദക്ഷൻ കളിയാക്കി സംസാരിച്ചപ്പോൾ ഭൃഗുമുനി താടി ഇങ്ങനെ തടവുകയാണ്. അന്നേരം അതൊക്കെ വീരഭദ്ര ഉടനെ എന്ത് ചെയ്യുന്നറിയാം, താടി പിടിച്ച് വലിച്ച് പിഴുതെടുക്കുന്നുള്ളത്. എന്നിട്ട് വേറൊരാള് കളിയാക്കി ചിരിക്കുകയായിരുന്നു. അവന്റെ പല്ലടിച്ചു പൊട്ടിച്ചു. ഇങ്ങനെ ഓരോ ആൾക്കാരെ എണ്ണി എണ്ണി പകരം ചോദിച്ചു. അവസാനം വീരഭദ്രൻ നേരെ ദക്ഷനെ പൊക്കി. ദക്ഷനെ പൊക്കിയിട്ട് നേരെ അവന്റെ കഴുത്തറക്കാനായിട്ട് ചെന്നു. കഴുത്തറക്കുന്ന സമയത്ത് അതിതപോബലം ഉള്ളതിനാൽ ആയുധം വെച്ച് കഴുത്തറക്കാൻ പറ്റുന്നില്ല. മന്ത്രബലം ഉപയോഗിച്ചു, മന്ത്രത്തിന്റെ ശക്തി ഉപയോഗിച്ച് കഴുത്തറക്കാൻ നോക്കി, എന്നിട്ടും പറ്റുന്നില്ല. അവസാനം നോക്കിയപ്പോൾ ആ യാഗശാലയുടെ അടുത്ത് തന്നെ ആ ബലിക്കല്ലുണ്ടായിരുന്നു. അവിടെ തന്നെ കഴുത്ത് വെച്ചിട്ട് ഒറ്റയാൾക്ക് തീർന്നു. അതോടുകൂടി തീർന്നു. എന്നിട്ട് ആ ശിരസ് എടുത്ത് നേരെ അഗ്നിയിൽ പൊങ്ങിച്ചു. അതോടുകൂടി യാഗം എല്ലാം തീർന്നു. എന്നിട്ട് ഇതെല്ലാം ഭയപ്പെട്ടിട്ട് ദേവന്മാർ ഇനി നമ്മുടെ കാര്യം എന്താവും എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഓടിച്ചെന്ന് ഇനി മഹാദേവന്റെ കോപം എവിടം വരെ എത്തും എന്നും അറിയാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു. നേരെ അവരെല്ലാവരും ഓടി ബ്രഹ്മദേവന്റെ അടുത്തെത്തി. എന്നിട്ട് ബ്രഹ്മദേവന്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ, ഇത് വലിയൊരു അബദ്ധമാണ് നിങ്ങൾ എല്ലാവരും കാണിച്ചത്. ഇതിന് ഒരേ ഒരു പോംവഴിയുള്ളൂ, മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ദേവഗണങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കൈലാസത്തിലെത്തുക. അതാണ് നേരത്തെ ഞാൻ വർണ്ണിച്ച രംഗം. ദേവന്മാരെല്ലാവരും ചേർന്ന് മഹാദേവന്റെ അടുത്ത് എത്തുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1300 കിലോമീറ്റർ നീളമുള്ള ആ കൈലാസത്തിലെ ആ ഒരു വടവൃക്ഷത്തിന് താഴെ മഹാദേവൻ ഇരിക്കുകയാണ് വീരാസനത്തിൽ. വീരാസനത്തിന്റെ അർത്ഥം എന്താണ്? ഇപ്പോഴൊന്നും എഴുന്നേക്കത്തില്ല, ആ ഒരു ഭാവത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത്. അന്നേരം കാലിന്മേൽ ഇടത് കാല് വലത് കാലിന്മേൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ ഇങ്ങനെയും വെച്ച് മറ്റേ കൈയിൽ ഇങ്ങനെ രുദ്രാക്ഷം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സനകാദി ഋഷികൾക്കും നാരദ മഹർഷിയുടെയും ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള ദൃശ്യം. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. ഭാര്യ പോയ ഒരു ദുഃഖം ഉണ്ടെങ്കിലും അതൊക്കെ ഒതുക്കിപ്പിടിച്ച് ഭഗവത് ഭക്തിയിൽ വളരെയധികം ഉറച്ചു നിൽക്കുന്ന മഹായോഗിയാണ് മഹാദേവൻ. അങ്ങനെ മഹാദേവൻ ഇങ്ങനെ സ്തുതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവന്മാരൊക്കെ അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ദേവന്മാർ അവിടെ എത്തിയിട്ട് എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. അന്നേരം മഹാദേവൻ പറഞ്ഞു, എല്ലാവരും ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, എനിക്ക് ആരോടും വിരോധമില്ല, പക്ഷേ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അതിനെക്കുറിച്ചുള്ള ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. നമുക്ക് അതൊന്ന് ചർച്ച ചെയ്യാം. മൈത്രേയ ഉവാച ഇത് ജ്ഞേനാനുമീതേന
ഭവേന പരിതുഷ്യത അവിദ്യായി മഹാബാഹു പ്രഹസ്യ ശ്രിയതാമിനി. മുനി മൈത്രേയൻ പറഞ്ഞു, ഓ കരുത്തുറ്റ കരങ്ങൾ വിതുര, മഹാദേവൻ അപ്രകാരം ബ്രഹ്മദേവന്റെ വാക്കുകളിൽ അനുനയത്തിലായി അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി താഴെ കൊടുത്തിട്ടുള്ളത് പോലെ സംസാരിച്ചു. എന്താണ് മഹാദേവൻ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. ശ്രീ മഹാദേവ ഉവാച നാഗം പ്രജേഷ ബാലാനാം വർണ്ണേയനാനുചിന്തയേ ദേവാമായ വിഭൂതാനാം ദണ്ഡസ്തത്ര ധൃതോമയ. എന്താണ് വിവർത്തനം? മഹാദേവൻ പറഞ്ഞു, എന്റെ പ്രിയ പിതാ ബ്രഹ്മദേവ, ദേവന്മാർ ചെയ്ത തെറ്റുകൾ ഞാൻ കാര്യമായി എടുത്തിട്ടില്ല. അവർ ബാലിഷ്യരും ബുദ്ധി കുറഞ്ഞവരുമാകിയാൽ അവരുടെ അപരാധങ്ങൾ ഗൗരവാദ്യത്തോടുകൂടി ഞാൻ എടുക്കുന്നില്ല. അവരെ നേരെ ആക്കുന്നതിന് മാത്രം ഞാൻ അവരെ ശിക്ഷിക്കുക എന്നാണ് മഹാദേവൻ പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ദക്ഷന്റെ ശിരസ് അഗ്നിക്ക് ഇരയായി ഭസ്മമായി മാറിക്കഴിഞ്ഞതിനാൽ അവൻ ഒരു ആടിന്റെ ശിരസ് അവൻ ലഭിക്കും. ഭഗൻ എന്നറിയപ്പെടുന്ന ദേവന് അവന്റെ യജ്ഞവിഹിതം മിത്രന്റെ ദൃഷ്ടികളിലൂടെ ദർശിക്കാൻ കഴിയും. ഇവിടെ മഹാദേവനെ കളിയാക്കിയ സമയത്ത് ഭഗൻ എന്ന് പറയുന്ന ആ ഒരു ദേവൻ രൂക്ഷമായിട്ട് മഹാദേവനെ നോക്കിയത്. എന്നിട്ട് വീരഭദ്രൻ എന്ത് ചെയ്തു? തലയടിച്ച് അവന്റെ കണ്ണെല്ലാം പുറത്തെടുത്തിരുന്നു. എന്നിട്ട് ആ ഒരു കണ്ണിന് പകരം മിത്രന്റെ കണ്ണ് ഉപയോഗിച്ച് നീ എല്ലാം കണ്ടാൽ മതി എന്നാണ് മഹാദേവൻ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? കൈപ്പത്തികൾ ഛേദിക്കപ്പെട്ടവർക്ക് അശ്വനി കുമാരന്മാരുടെ കൈപ്പത്തികൾ കൊണ്ട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട വിതുര, അവിടെ സന്നിഹിതരായിരുന്ന സകല വ്യക്തികളും അനുഗ്രഹാദികൾ അഗ്രണ്യഗണ്യനായ മഹാദേവന്റെ വാക്കുകൾ കേട്ട് ഹൃദയത്തിലും ആത്മാവിലും വളരെയധികം സന്തുഷ്ടമായി. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ദക്ഷയാഗം തീരുകയും നേരെ തിരിച്ചു എന്നിട്ട് മഹാദേവന്റെ തൃക്കൈകളാൽ തന്നെ ആ ഒരു ആടിന്റെ ശിരസ് ആ ഒരു ദക്ഷൻ വെച്ചു കൊടുക്കുകയാണ്. അന്നേരം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ നേരെ മഹാദേവൻ മുന്നിൽ നിൽക്കുന്നു. അന്നേരം ഉടൻ തന്നെ ഓർമ്മ വന്നു, ആ സതീദേവി ജീവത്യാഗം ചെയ്ത കാര്യമൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് കുറ്റബോധങ്ങളുണ്ട്. എന്നാൽ ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മൾ മഹത് വ്യക്തികളെയൊക്കെ തെറ്റിദ്ധരിക്കും, അവരെയൊക്കെ വിഷമിപ്പിക്കും. അന്നേരം അങ്ങനെ നമ്മൾ ഇപ്പോൾ മഹാദേവൻ നോക്കുമ്പോൾ മഹാദേവന്റെ ആ രൂപം കണ്ടിട്ടാണ് മഹാദേവന്റെ ആ ഒരു നില മനസ്സിലാക്കാൻ നോക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, മഹാദേവൻ എന്തിന് ഈ രൂപം എടുത്തു? കർപ്പൂര ഗൗരം കരുണാവതാരം. മഹാദേവന്റെ ഉദ്ദേശം ഭൂതപ്രേതാദികളുടെ അവരുടെ ഒരു നാഥനായിട്ട് നിൽക്കുക എന്നതാണ്. കാരണം അവരെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അതിന് അവരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയാണ് മഹാദേവൻ കരുണാപൂർവം ആ ഒരു ചുടല ഭസ്മമൊക്കെ ശരീരത്തിൽ ധരിക്കുന്നത്. അതുകൂടാതെ മഹാദേവൻ എപ്പോഴും ധ്യാനിക്കുന്ന മൂർത്തി സംഘർഷണ മൂർത്തിയാണ്. എന്നാൽ ആ സംഘർഷനെ ധ്യാനിക്കാൻ വേണ്ടിയാണ് എപ്പോഴും സർപ്പത്തെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ മഹാദേവന്റെ ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനം മനസ്സിലാക്കാതെ മഹാദേവനെ എതിരെ അപരാധം ചെയ്തതുകൊണ്ട് എന്തായി? ദക്ഷന്റെ എല്ലാ ജീവിതവും കുറവായി. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മഹാദേവന്റെ അനുഗ്രഹ കൃപാകടാക്ഷം കൊണ്ട് മാത്രമേ നമുക്ക് മോക്ഷത്തിലേക്ക്, ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റൂ. ഇതിനെക്കുറിച്ച് മുന്നോട്ട് ശ്രീമദ് ഭാഗവത്തിൽ എടുത്തു പറയുന്നുണ്ട്. ദിതി കശ്യപ മുനിയെടുത്ത് ആ ഒരു സന്ധ്യാസമയത്ത് സന്താന ഉത്പാദനത്തിന് വേണ്ടി യാചിക്കുന്ന സമയത്ത് കശ്യപ മുനി എടുത്തു പറയുന്നുണ്ട്, ഈ സന്ധ്യാസമയം ഇതിന് അനുയോജ്യമല്ല. കാരണം ഈ സമയത്തിൽ, ഈ ഒരു കാലയളവിൽ മഹാദേവൻ ഭൂതഗണങ്ങളുമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വീടുകളിൽ വിളക്കൊക്കെ കത്തിച്ച് രാമരാമ മന്ത്രം ജപിക്കണമെന്ന് പറയുന്നത്. പണ്ടൊക്കെ അങ്ങനെയാണ് അല്ലേ? വിളക്കൊക്കെ കത്തിച്ച് രാമനാമം ജപിക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ എന്താണ്? ചിലപ്പോൾ വിളക്ക് കത്തിക്കും, പക്ഷെ എല്ലാവരും എന്താണ്? സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. അന്നേരം മഹാദേവൻ വരുമ്പോൾ എന്തായിരിക്കും? എല്ലാവരും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാദേവൻ നമ്മുടെ ജീവിതം ഒരു സീരിയലാക്കി അല്ലേ? വീണ്ടും വീണ്ടും ജനിക്കുക, വീണ്ടും വീണ്ടും മരിക്കുക, ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം സന്ധ്യാസമയത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ വിളക്ക് കത്തിച്ച് ഭഗവാന്റെ നാമം ജപിക്കണം. അന്നേരം ആ പുരാണങ്ങളിൽ പറയുന്നത്, മഹാദേവൻ ഭൂതഗണങ്ങളുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്
എവിടെയാണോ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് സന്ധ്യാവേളയിൽ, എവിടെയാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, അവർക്കെല്ലാം മഹാദേവൻ അനുഗ്രഹം ചൊരിഞ്ഞു പോകും. എവിടെയാണോ നാമജപം ഇല്ലാത്തത്, വിളക്ക് കത്തിക്കാത്തത്, അവർക്കെല്ലാം അവരുടെ ശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിൽ ഒരു മാർക്ക് ഇട്ടിട്ട് പോകുമെന്നാണ് പറയുന്നത്, ഒരു അടയാളം. അതിനുശേഷം ആ ഒരു ചുടലഭസ്മം ലഭിക്കുന്ന ആ ശംശാന അവിടെ മഹാദേവൻ ഇരിക്കും. ആ ഇരിക്കുന്ന സമയത്ത് പൊതുവെ നാമം ജപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും പറയുന്നത് എന്താണ്? തിരക്കാണ്, സമയമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു സമയമല്ല, ഒഴിഞ്ഞൊരു സമയം നമുക്ക് കിട്ടും. എപ്പോഴാണ്? 4 പേര് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സമയം. അന്നേരം നമുക്ക് ഒരു ബിസിയില്ല, എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അന്നേരം ആ സമയത്ത് ശംശാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ്? അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് മഹാദേവൻ ആ അടയാളം ഉള്ളൂ എന്ന് നോക്കും. അടയാളം ഉള്ളതിന്റെ അർത്ഥം എന്താണ്? ഇവൻ നാമമൊന്നും ജപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ നേരെ ഒരു ഭൂതമാക്കി കൊണ്ടുപോകുന്നു. മഹാദേവന്റെ ഭൂതപ്രേതാദികളുടെ കൂട്ടത്തിൽ ഒരു പുതിയൊരു ഭൂതം കൂടെ ലഭിക്കും. എന്നിട്ട് അതുകൂടാതെ ഒരുപാട് ദുഷ്ട സ്വഭാവം സന്ധ്യസമയത്തൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ശരീരത്തിൽ ഈ ഒരു ഭൂതപ്രേതാദികൾക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം കൂടെ മഹാദേവൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്നേരം കൂടുതലും നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാദേവന്റെ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. ആ ഒരു പരിഹാരത്തിന് വേണ്ടി മഹാദേവന്റെ കൃപാകടാക്ഷം നമ്മൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം. ഇതുകൂടാതെ ശ്രീമദ് ഭാഗവതം പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാദേവൻ ഇങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ദേവന്മാരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പാർവതി ദേവിയെ വാമഭാഗം എത്തിക്കൊണ്ടും സംസാരിക്കുകയാണ്. എന്നിട്ട് മഹാദേവൻ പറയുന്ന കാര്യം മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചും കാമക്രോധാദികളെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചും. എന്നിട്ട് ഇങ്ങനെ ചിത്രകേതു എന്ന് പറയുന്ന ആ ഒരു ഗന്ധർവൻ ഇതിലിങ്ങനെ പോകുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ചിരിച്ചു. എന്നിട്ട് ചിരിച്ചപ്പോഴത്തേക്ക് പാർവതി ദേവി വിചാരിച്ചു മഹാദേവനെ കളിയാക്കിയാണോ ചിരിച്ചത്. അന്നേരത്തേക്ക് പാർവതി ദേവി ശപിക്കുകയാണ്, നീ ഒരു അസുരനായ രാക്ഷസനായി പോകട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ചിത്രകേതു താഴെ വന്നിട്ട് പറയുകയാണ്, ദേവി ഞാൻ കളിയാക്കിയതല്ല, യഥാർത്ഥത്തിൽ ആ പാർവതി ദേവിയെ മടിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മനോനിയന്ത്രണത്തോടു കൂടി സംസാരിക്കാൻ മഹാദേവനെ കൊണ്ട് മാത്രമേ പറ്റൂ. മഹാദേവൻ തത്തുല്യം, മഹാദേവൻ മാത്രം എന്നൊരർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു. ഇതിനുശേഷം അദ്ദേഹം അവിടെ പോവുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അർജുൻ തപസ് ചെയ്യുന്ന സമയത്തും മഹാദേവൻ വേഷം മാറി അവിടെ വരികയും അതൊക്കെ നമുക്കറിയാം. അർജുനുമായിട്ടൊരു യുദ്ധം നടക്കുകയാണ്. അന്നേരം ആ യുദ്ധത്തിൽ നല്ല രസമായിട്ട് അർജുൻ യുദ്ധം ചെയ്തു. ആ പകുതിയായപ്പോഴത്തേക്ക് അർജുന് മനസ്സിലായി ഇത് സാക്ഷാൽ മഹാദേവനാണ്. നേരെ നമസ്കരിച്ചു. എന്നിട്ട് പശുപതാസ്ത്രം സമയമാകുമ്പോൾ നൽകാം എന്ന് പറയുവാണ്. ആ പശുപതാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് ജയദ്രഥനെ വധിക്കുന്നത്. പിന്നെ മാർക്കണ്ഡേയ ഋഷി ഇങ്ങനെ ഭഗവാന്റെ ആ മായാലോകമൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങനെ ധ്യാന നിമഗ്നായിട്ട് ഇരിക്കുന്ന സമയത്ത് മഹാദേവനും പാർവതി ദേവി അതിൽ വരികയാണ്. അന്നേരം ആ വരുന്ന സമയത്ത് മാർക്കണ്ഡേയ ഋഷിയെ കണ്ടതിന് ശേഷം താഴെ ഇറങ്ങി വന്നിട്ട് ആ മാർക്കണ്ഡേയ ഋഷിക്ക് അനുഗ്രഹവും കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മമ്മിയൂർ മഹാദേവൻ മഹാദേവന്റെ മഹിമ പറയുന്ന ഊര്, അതാണ് മമ്മിയൂർ. അന്നേരം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രുദ്രഗീതം, രുദ്രതീർത്ഥം. ആ രുദ്രതീർത്ഥം നമ്മുടെ ആ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്തുനിന്ന് ഇവിടം വരെ ഉണ്ടായിരുന്നു. വലിയൊരു രുദ്രതീർത്ഥമായിരുന്നു. അന്നേരം അപ്പുറത്ത് ഗുരുവായൂരപ്പനും ഇപ്പുറത്ത് മഹാദേവനും, അങ്ങനെയാണ്. അന്നേരം നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ആ ഒരു പ്രതിഷ്ഠ നടത്താൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള സ്ഥലം ബൃഹസ്പതിയും വായുദേവനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ വിഗ്രഹം, ഗുരുവായൂരപ്പന്റെ വിഗ്രഹം സാക്ഷാൽ ദേവകിയും വസുദേവനും പൂജിച്ചിരുന്ന, അതിനു മുമ്പേ ബ്രഹ്മദേവൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ്. അതാണ് ദേവകിയും വസുദേവന്റെ കയ്യിൽ ലഭിക്കുന്നത്. അതിനുശേഷം ഭഗവാൻ ഈ ലോകം വിടുന്ന സമയത്ത് ദ്വാരക സമുദ്രമധ്യത്തിലേക്ക് ആകുകയാണെന്ന് മനസ്സിലാക്കി, സമുദ്രത്തിൽ മുങ്ങാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി, ഭഗവാൻ തന്നെ ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ എല്ലാം സമുദ്രത്തിലാകും എന്ന് മനസ്സിലാക്കി ഭഗവാൻ ഉദ്ധവരോട് പറയുകയാണ്, ഈ ഒരു വിഗ്രഹത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥാനം ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാദേവൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് രുദ്രതീർത്ഥത്തിന് അടുത്തായിട്ടുള്ള ആ ഒരു പ്രദേശം, ഇപ്പോൾ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന ആ സ്ഥലം.
അന്നേരം അവിടെ വന്നപ്പോൾ നമ്മുടെ മമ്മിയൂർ മഹാദേവൻ അവിടെ ധ്യാന നിപുണനായിട്ട് ഇരിക്കുമായിരുന്നു, തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എത്രയോ കാലാകാലങ്ങളായിട്ട് മഹാദേവൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ബൃഹസ്പതിയും വായുദേവനും കൂടെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥാനം ഇന്ന് നൽകണം എന്ന് പറഞ്ഞ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥാനം ഇത് തന്നെയാണ്, ഞാൻ മാറിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് മഹാദേവൻ ആ സ്ഥലം വിട്ടുകൊടുക്കുന്നത്. അവിടെയാണ് ഗുരുവായൂരപ്പൻ ഇപ്പോൾ ഇരിക്കുന്നത്. എന്നൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് മമ്മിയൂർ മഹാദേവൻ ഇവിടെ വെക്കണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ ലഭിക്കത്തില്ലായിരുന്നു. അന്നേരം അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പനെ നമുക്ക് കാണണമെങ്കിൽ മമ്മിയൂർ മഹാദേവന്റെ അനുഗ്രഹം ലഭിച്ചെങ്കിലേ ഗുരുവായൂരപ്പനെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മഹാദേവൻ ഇപ്പുറത്ത് വന്നിരിക്കുകയും അതാണ് നമുക്ക് സാക്ഷാൽ മമ്മിയൂർ മഹാദേവനെ ഇവിടെ ദർശിക്കാൻ പറ്റുന്നത്. അന്നേരം നമ്മൾ എന്താണ് ശിവരാത്രിയുടെ അന്ന് പ്രാർത്ഥിക്കുന്നത് മഹാദേവനോട്? നമുക്ക് വേണമെങ്കിൽ ഭൗതിക ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കാം, അതെല്ലാം പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥ പരിഹാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഈ സംസാര സാഗരത്തിൽ വീണ്ടും വീണ്ടും ജനിച്ചു മരിച്ച് ജീവിക്കുന്ന നമ്മളെ ഈ ഒരു സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മഹാദേവ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് എന്തായാലും എൻ്റെ മോക്ഷത്തിന് വേണ്ടി നല്ലത് എന്താണോ അത് നടക്കട്ടെ, എൻ്റെ മോക്ഷത്തിന് തടസ്സമായിട്ടുള്ളത് എന്താണോ അതെല്ലാം അങ്ങ് മാറ്റിത്തരൂ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കും. ഇത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭയമൊക്കെ ആയിരിക്കും. അതായത് മോക്ഷത്തിന് തടസ്സമായിട്ടുള്ളത് മാറ്റണേ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ സത്യമായിട്ടും ആ ധൈര്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ജീവിതത്തിന് ഒരു തുടക്കം ആകും ഇന്നത്തെ ദിവസം. അതിന് എല്ലാം കൊണ്ടും പ്രധാന ദിവസമാണ് ഈ ഒരു ദിവസം. ഈ ഒരു ശിവരാത്രിയുടെ ദിവസം നമുക്കറിയാം, പ്രധാനമായിട്ടും മഹാദേവൻ ഇന്ന് ഉറങ്ങാതിരുന്നതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു വിഷം, കാലകൂട വിഷം ഇപ്പോഴും ഭഗവാൻ മഹാദേവൻ കണ്ഠത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നീലകണ്ഠൻ എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. അന്നേരം ആ ഒരു സമുദ്രമന്ഥന ലീലയിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് വിഷമാണ്, അല്ലേ? പൊതുവെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആദ്യം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. പ്രശ്നത്തിൽ നിന്നായിരിക്കും എല്ലാം തുടങ്ങുന്നത്. അന്നേരം ആ ഒരു വിഷം വന്നപ്പോൾ എല്ലാവരും ഓടി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അന്നേരം ഭഗവാന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, മഹാദേവനോട് പറയൂ, മഹാദേവൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് പറഞ്ഞു. അന്നേരം മഹാദേവൻ കണ്ട പരിഹാരം എന്താണ്? നേരെ ആ വിഷത്തെ കുടിക്കുകയാണ്. അന്നേരം ആ വിഷത്തെ മുഴുവൻ എടുത്തതിന് ശേഷം ശാസ്ത്രങ്ങൾ പറയുന്നത് ആ വിഷം എടുത്ത സമയത്ത് കുറച്ച് വിഷം വീണിരുന്നു, വളരെ കുറച്ച് തുള്ളികൾ. അതിൽ നിന്നാണ് ഓരോ വിഷജന്തുക്കൾ വന്നത് എന്ന് പറയുന്നത്. അവരുടെ ഉള്ളിലുള്ള ആ വിഷമൊക്കെ ആ ഒരു കാളകൂടത്തിൽ നിന്നാണ് വരുന്നത്, കാളകൂട വിഷത്തിൽ നിന്നാണ് പറയുന്നത്. അന്നേരം മഹാദേവൻ അതിങ്ങനെ എടുത്ത് കുടിക്കാൻ തുടങ്ങുകയാണ്. കുടിക്കുന്നതിന് മുമ്പേ ദേവിയെടുത്ത് പറയുവാണ്, ദേവി, ഈ ഒരു വിഷം ഞാൻ കുടിക്കുന്നത് കൊണ്ട് ഭഗവാൻ അതീവ തൃപ്തനാകുമെന്നിൽ. അതുകൊണ്ട് ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ ഈ ത്യാഗം ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് മഹാദേവൻ കുടിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. എന്നാൽ കുടിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ജ്യൂസോ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ നല്ലപോലെ കുടിക്കാൻ പറ്റും. ഇത് ജ്യൂസൊന്നും അല്ല, വിഷം. അന്നേരം മഹാദേവന്റെ വായിൽ നിന്ന് പുറത്തു പോരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തായി? നേരെ ഭഗവാൻ വാവച്ച് അടച്ചു പിടിക്കുകയാണ്. എന്നിട്ട് അകത്തോട്ട് പോരുത് എന്ന് പറഞ്ഞിട്ട് ദേവി കഴുത്തിന് പിടിക്കുകയാണ്. എന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മഹാദേവന്റെ സന്തോഷത്തിന് വേണ്ടി ശിവരാത്രി ദിവസം മുഴുവൻ നാമജപവും ഭാഗവത വായനയാണ്. സത്യം പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മഹാദേവന് തോന്നിയില്ല. ചിലപ്പോൾ മഹാദേവന് കാണും എല്ലാ ദിവസവും ഇങ്ങനെ ശിവരാത്രി ആണെങ്കിൽ കൊള്ളാമെന്ന്. കാരണം എല്ലാ ദിവസവും എല്ലാവരും ഉറങ്ങാതെ മഹാദേവന്റെ ആ ലീലകളും ഭാഗവത്തിൽ നിന്നൊക്കെ സ്തുതിച്ച് മഹാദേവന് ഇഷ്ടപ്പെട്ട നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയാണ് ശിവരാത്രി ദിവസം. പല വ്യക്തികളും പല രീതിയിലാണ് ശിവരാത്രിയിൽ നോക്കുന്നത്. ചില വ്യക്തികൾ എന്ത് ചെയ്യും? കുറച്ച് CD കാസറ്റൊക്കെ മേടിച്ചിട്ട് ചിപ്സും അതുമൊക്കെ മേടിച്ചിട്ട് TV കണ്ടുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യും? ചിപ്സും കഴിച്ചുകൊണ്ട് ഉറങ്ങാതിരിക്കും. അങ്ങനെയുള്ള ഉറങ്ങാതിരിക്കലല്ല ഉദ്ദേശിക്കുന്നത്. ഉറങ്ങാതിരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഏതാണ് ഇമ്പോർട്ടൻറ്റ്. ഉറക്കം ഉളച്ചിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ചെയ്യണമെന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും
വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് മഹാദേവന്റെ സന്തോഷത്തിന് വേണ്ടി കൊടുക്കില്ല. ഒരു രാത്രിയെങ്കിലും, ഈ ഒരു രാത്രി നമ്മൾ ഉറങ്ങാതെ ഭഗവാന്റെ നാമവും ജപിച്ച് ഭാഗവതമൊക്കെ വായിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഒരേ ഒരു അഭ്യർത്ഥനയുള്ളൂ, ദയവ് ചെയ്ത് ഭൗതിക ആഗ്രഹങ്ങളൊന്നും ചോദിക്കരുത്. ഭൗതിക ആഗ്രഹങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് നടക്കും. പക്ഷെ അതെങ്ങനെ ഇരിക്കും? ഒരു കോടീശ്വരന്റെ അടുത്ത് എന്നിട്ട് നമ്മൾ 100 രൂപ ചോദിക്കുന്ന പോലെ. വലിയൊരു കോടീശ്വരന്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ പോയി 100 രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ കിട്ടും. പക്ഷേ എത്രയോ വലിയ അനുഗ്രഹമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആ ഒരു അനുഗ്രഹം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കട്ടെ, അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ ചെറുതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും. അന്നേരം ആ ഒരു ശിവരാത്രി വ്രതം പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ഗണപതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം, വിഘ്നേശ്വരനോട്. നമ്മുടെ ആ ഒരു ഭക്തിയിൽ വരുന്ന തടസ്സമൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി, ആ ഒരു പരിശുദ്ധ ഭക്തി മോക്ഷാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി തടസ്സങ്ങളെയൊക്കെ മാറ്റാൻ പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുവെ മഹാദേവന്റെ ഭക്തരിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയും നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ആരാണ്? രാവണനാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ വളരെ മഹാദേവനെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ ഒരിക്കൽ കൈലാസത്തിൽ എത്തിയ സമയത്ത് രാവണൻ പാർവതി ദേവിയെ കണ്ടപ്പോൾ ഉടനെ മഹാദേവനോട് ചോദിക്കുകയാണ്, എനിക്ക് തരുമോ പാർവതി ദേവി? ആരെങ്കിലും ചോദിക്കൂ. ജഗന്മാത നമ്മുടെ അമ്മയാണ്, ജഗത്പിത മഹാദേവനാണ്. പക്ഷെ ഒരു നാണവും ഇല്ലാതെ രാവണൻ അത് ചോദിച്ചു. എന്നിട്ട് മഹാദേവനാണെങ്കിൽ ദേഷ്യം പോലും പെടാതെ കൊണ്ടുവയ്ക്കോളൂ എന്ന് പറഞ്ഞു. ദേവി വിചാരിച്ചിട്ട് എന്തുവാണ്? അതായത് മഹാദേവൻ അത്രത്തോളം ആസക്തി ഇല്ല മഹാദേവൻ. അങ്ങനെ പാർവതി ദേവി രാവണന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവി അവിടെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അന്നത്തേക്ക് ഭഗവാന് മനസ്സിലായി, ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് മഹാദേവൻ അവിടെ ധ്യാനം നൽകുന്നതായിട്ട് ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് കൊച്ചു ബാലകന്റെ രൂപത്തിൽ എത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്താ രാവണ, എന്താ പരിപാടി? അല്ല, പാർവതി ദേവിയെ കൊണ്ട് പോവുകയാണ് പട്ടമഹിഷിയാക്കാൻ വേണ്ടി. അപ്പൊ അന്നേരം നീ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇതല്ല പാർവതി. ഇത് ആരെങ്കിലും സ്വന്തം ഭാര്യ ഇങ്ങനെ ആരെങ്കിലും കൊടുക്കുമോ? അപ്പോൾ ശരിയാണ്, അതുകൊണ്ട് നിന്നെ പറ്റിച്ചിരിക്കുകയാണ്. യഥാർത്ഥ പാർവതി ദേവി താഴെയാണ് പറഞ്ഞു, ഇവിടെ മയലോകത്തുണ്ടെന്ന് പറഞ്ഞു, മയദാനവന്റെ ആ ലോകത്തുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആണല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാവണൻ പാർവതി ദേവി വിട്ടു, പാർവതി ദേവി രക്ഷപ്പെട്ടു. അങ്ങനെ നേരെ രാവണൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിനിടയിൽ ഭഗവാൻ മെസ്സേജ് കൊടുത്തു, ബ്രഹ്മദേവനോട് പറഞ്ഞിട്ട് മയാദാനവനെ കൊണ്ട് പാർവതി ദേവിയുടെ അതേ അനുരൂപയായിട്ട് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അതാണ് മണ്ഡോദരി. രാവണൻ വിചാരിച്ചു അതാണ് മണ്ഡോദരി എന്ന് പറഞ്ഞിട്ട് മണ്ഡോദരിയും കൊണ്ടുവരികയാണ്. അതിനുശേഷം ആത്മലിംഗം ചോദിച്ച് വീണ്ടും രാവണൻ പോവുകയാണ്. ആദ്യം പോയത് ആത്മലിംഗത്തിന് വേണ്ടിയാണ്. പക്ഷെ ആത്മലിംഗം ചോദിക്കുന്നതിന് പകരം പാർവതിദേവിയെ കണ്ടപ്പോൾ പാർവതിദേവിയെ മതിന്നു. അന്നേരം അടുത്ത പ്രാവശ്യം എന്തായി? വീണ്ടും ആത്മലിംഗത്തിന് വേണ്ടി പോയി. അന്നേരം ദേവന്മാരെല്ലാവരും വിചാരിച്ചു ആത്മലിംഗം രാവണനെ സഹിക്കാനേ ബുദ്ധിമുട്ട്, ഇനി ആത്മലിംഗം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, വളരെയധികം പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതിനെ മുടക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഗണപതിയെ ഏർപ്പെടുത്തി. അങ്ങനെ ആത്മലിംഗമൊക്കെ എടുത്തിട്ട് രാവണൻ ആത്മലിംഗം ചോദിച്ചത് മഹാദേവൻ കൊടുത്തു. ആ ആത്മലിംഗവും ധരിച്ചുകൊണ്ട് രാവണൻ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ട്, എന്താ പറയുന്നത്, ബുദ്ധിമുട്ട് തോന്നി, മൂത്രം ഒഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവണൻ വിചാരിച്ചു ഇത് ആരെ ഏൽപ്പിക്കാനാണ്, താഴെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ഉടൻ തന്നെ നോക്കിയപ്പോൾ നല്ല സുന്ദരനായിട്ടുള്ളൊരു ബ്രാഹ്മണ കുട്ടി നിൽക്കുന്നു. അന്നേരത്തേക്ക് പറഞ്ഞ്, എന്താ രാവണൻ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഞാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇത് തറയെ വെക്കാതെ പിടിക്കാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, തറ വെക്കത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നേരെ കൈകളിൽ കൊണ്ടു കൊടുത്തു. ആ രാവണൻ അങ്ങോട്ട് പോയതും ഗണപതി അങ്ങോട്ടങ്ങ് വെച്ചു. അത് ഗണപതിയായിരുന്നു. അങ്ങനെ ആത്മലിംഗം അവിടെ പ്രതിഷ്ഠിതമായി. അങ്ങനെ ദേവന്മാർക്ക് വലിയ ആശ്വാസമായി. പിന്നെ ഇതുകൂടാതെ മഹാദേവന്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേറൊരു ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മാസുരന്റെ ലീലയാണ്. ഭസ്മാസുരനെ വധിക്കുന്ന ആ ഒരു രംഗം. അന്നേരം ഭസ്മാസുരൻ ഇപ്പോഴത്തെ നമ്മുടെ കേദാർനാഥ ക്ഷേത്രത്തിന്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു തപസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോരോ അവന്റെ ശരീരത്തിലെ അംഗങ്ങൾ കട്ട് ചെയ്ത് അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൈകൾ കട്ട് ചെയ്തു, കൈ കട്ട് ചെയ്തു, അതിനുശേഷം കാല് കട്ട് ചെയ്തു, ഇനി തലയും കൂടെ ബാക്കിയുള്ളൂ. അവൻ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്തു? ആ തലയും കൂടെ കട്ട് ചെയ്ത് അതിനകത്ത് ഇടാൻ തുടങ്ങുകയായിരുന്നു. അന്നേരത്തേക്ക് മഹാദേവന് കാരുണ്യം തോന്നി. മഹാദേവൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അന്നേരം മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു,
എന്താണ് ഇങ്ങനെ ഒരു തപസ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? സ്വന്തം ശരീരത്തിൽ ഇത്രയും ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിനക്ക് എന്ത് ആഗ്രഹമാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ആ തല ഇറക്കുന്നത് തടയാൻ വേണ്ടി മഹാദേവൻ ഒന്ന് സ്പർശിച്ച ഉടൻ തന്നെ അവന്റെ ശരീര അംഗഭാഗങ്ങളൊക്കെ തിരിച്ചു വിട്ടു. അന്നത്തെ ഉടൻ തന്നെ ആ ഒരു മഹാദേവനോട് സംസാരിക്കുകയാണ് ഭസ്മാസുരൻ. അവൻ പറഞ്ഞു, ഞാൻ ആരെ തൊടുന്നോ അവർ ഉടൻ തന്നെ ഭസ്മമായി പോകണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മഹാദേവൻ അത് കേട്ട ഉടനെ മഹാദേവൻ മനസ്സിലായി, ഇവൻ തീർച്ചയായിട്ടും ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ എന്നിട്ടും മഹാദേവൻ കരുണാകരനായതുകൊണ്ട് എന്ത് ചെയ്തു? ഒട്ടും ആലോചിക്കാതെ തന്നെ ഉടൻ തന്നെ അംഗീകരിച്ചു കൊടുത്തു, അനുഗ്രഹിച്ചു. തഥാസ്തു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ പറയുന്നു ആ ഭസ്മാസുരൻ, ഞാൻ പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹാദേവനെ തന്നെ തൊടാൻ നോക്കുകയാണ്. മഹാദേവൻ ഓടി, 14 ലോകങ്ങളിൽ ഓടി. അവസാനം ഭഗവാന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് സാക്ഷാൽ നാരായണൻ തന്നെ വേഷം മാറുകയാണ് വീണ്ടും. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ നാരായണനും മഹാദേവനുമായിട്ട് എപ്പോഴും ഒരു മൈത്രി ഭാവമാണ്. തമ്മി എപ്പോഴും ഒരു സന്തോഷ നിമിഷങ്ങളാണ്. അതാണ് നമുക്ക് ഭാഗവത്തിലും എല്ലാം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അന്നേരം അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നേരെ മഹാദേവനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ അവിടെ ഒരു ബ്രാഹ്മണ കുട്ടിയുടെ വേഷത്തിൽ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ശകുനിയുടെ പുത്രനാണ്. ശകുനി എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ ശകുനിയല്ല, ഈ ഭസ്മാസുരന്റെ അച്ഛന്റെ പേരും ശാകുനേയൻ എന്നാണ്. അതായത് ഈ ശാകുനേയ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അസുരൻ വിചാരിച്ചു, എന്റെ അച്ഛനെ അറിയാവുന്ന ആരോ ആണ് വിളിച്ചിരിക്കുന്നത്. ഭഗവാൻ ബുദ്ധിപരമായിട്ട് ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്താണ് പരിപാടി? നല്ല ഓട്ടത്തിലാണല്ലോ, തളർന്നു കാണുമല്ലോ, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞു. എന്നിടത്തേക്ക് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. രാവണൻ ഈ ഭഗവാൻ മഹാദേവൻ ഇങ്ങനെ ഒരു വരം തന്നിട്ടുണ്ട്, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓടുവാണ്. അതുപോലെ നിനക്കത് അറിഞ്ഞൂടെ? മഹാദേവൻ ഇപ്പോ വലിയ തപസ്സോ തപോബലോ ഇതൊന്നും ഇല്ല. വെറുതെ നേരം പോക്കിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേണം സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ നിന്റെ തലയിലും തൊട്ടു നോക്കും. തലയിൽ തൊട്ടു നോക്കിയാൽ നീ മരിച്ചില്ലെങ്കിൽ എന്താണ് എന്റെ അർത്ഥം? കള്ളം പറഞ്ഞെന്ന് മനസ്സിലായി. ഉടൻ തന്നെ നീ വധിച്ചോളൂ. ഇങ്ങനെ കള്ളം പറഞ്ഞ് നടക്കുന്ന ആള് ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ചു എന്നുള്ളതാണ്. അത് കേട്ടപ്പോ അവ അറിയാതെ വിശ്വസിച്ച് എന്ത് ചെയ്തു? തലയിൽ തൊട്ടു. ഉടൻ തന്നെ ഭസ്മമായി. എന്നിട്ട് ആ ഒരു ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, ആരൊക്കെയാണോ അങ്ങയോട് ദേഷ്യം ദ്വേഷം ഒക്കെ വെക്കുന്നത് അവരുടെ അന്ത്യം ഇങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഭഗവാനോട് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ശിവരാത്രി ദിവസം നമുക്ക് എല്ലാവർക്കും മമ്മിയൂർ മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ നല്ലത് അത് അദ്ദേഹത്തിനല്ലേ അറിയത്തുള്ളൂ, അല്ലേ? കൊച്ചുകുട്ടികൾ വന്ന് അച്ഛൻ്റെ അമ്മയോട് പറയാം, അച്ഛാ അമ്മ എനിക്ക് ഇത് വേണം അത് വേണം, അല്ലേ? പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാം വേണം. സത്യം പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ ചെറിയ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുന്നു, വലിയ ആൾക്കാർ എന്ത് ചെയ്യുന്നു? വലിയ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുന്നു. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ടോയ്സ് വെച്ചിട്ടാണ്. വലിയ ആൾക്കാർ എന്താണ്? വലിയ വലിയ വണ്ടി, വലിയ വലിയ ബിൽഡിംഗ്. പക്ഷേ ഭഗവാന്റെ നോട്ടത്തിൽ രണ്ടും കളിയാണ്. നമ്മുടെ കളി മാറി യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ഒരു ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മം ഇങ്ങനെ ഒന്നിന്റെ പുറകെ ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കളിയൊക്കെ മാറി യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ നിഷ്പ്രയാസം സോൾവ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്താണോ നല്ലത്, ശ്രേയസ്കരം, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കി ആദി ഗുരുവായിട്ടുള്ള, ജഗദ്ഗുരുവായിട്ടുള്ള, ആദിയോഗിയായിട്ടുള്ള ആ മഹാദേവന്റെ കൃപാകടാക്ഷത്തോടു കൂടി നമുക്ക് എന്താണോ നല്ലത് ആ ഒരു മാർഗത്തിലേക്ക് മഹാദേവൻ നമ്മളെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. എല്ലാവർക്കും മമ്മിയൂർ മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീ ഭഗവാൻ കി ജയ്, നിതായ് ഗൗർ പ്രേമാനന്ദേ ഹരി ഹരി.